all, hope you're all having a really good day. Myself Sanuja and നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബയോളജി ആണ് അല്ലേ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താ നിങ്ങൾക്ക് കാണാം അല്ലേ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ബയോടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററും ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണ് ബയോടെക്നോളജി അല്ലെ, എങ്ങനെ ബയോടെക്നോളജി ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ, കുറേ പുതിയ ടേംസ് അല്ലേ, PCR, ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെ, ഇങ്ങനത്തെ കുറേ ടേംസ് നിങ്ങൾ എന്തായാലും ബയോടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്ററിലെ പോലെ നിങ്ങൾക്ക് ഒരുപാട് ടേംസ് പഠിക്കാനില്ല. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല. നമ്മൾ യൂഷ്വലി ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ പറയുക, യൂസസോ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസോ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന, വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും വേഗം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഉണ്ടാവില്ലേ, നമുക്ക് എല്ലാവർക്കും തള്ളാൻ പറ്റുന്നൊരു ടോപ്പിക് ഉണ്ടാവില്ലേ. സിംപ്ലി പറയുകയാണെങ്കിൽ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തള്ളാൻ പറ്റുന്ന ടോപ്പിക് ഉണ്ടാവില്ലേ. ബേസിക്കലി അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബയോടെക്നോളജീൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് വരുന്ന സമയത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏതൊരു കുട്ടിയുടെയും മനസ്സിലൊരു ചോദ്യം തോന്നും. എന്താ ചോദ്യം? ഇതൊക്കെ എന്തിനാ പഠിക്കണേ അല്ലേ, എന്തിനാ ഇതൊക്കെ പഠിക്കണേ എന്നൊരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ബയോടെക്നോളജി പഠിക്കണേ, എന്താണ് ബയോടെക്നോളജിനെ കൊണ്ട് നമുക്ക് യൂസ്, എന്താണ് മനുഷ്യന്മാർക്ക് അല്ലെ, ഹ്യൂമൻ കൈൻഡിന് എന്താണ് ബയോടെക്നോളജിനെ കൊണ്ടുള്ള യൂസ്, അത് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ബയോടെക്നോളജിനെ കൊണ്ട് യൂസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെ. ഇങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വളരെ കുറവാണ്. അത് തന്നെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന സാധനങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറ്. ബട്ട് എന്ന് കരുതി ഇത് അത്ര എന്താ പറയുക മോശപ്പെട്ടൊരു ചാപ്റ്റർ ഒന്നുമല്ല. സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ ചാപ്റ്റർ എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി റെഡിയാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ബയോടെക്നോളജി ഏതൊക്കെ ഫീൽഡുകളിലാണ് നമുക്ക് ബയോടെക്നോളജിയെ കൊണ്ട് യൂസസ് ഉള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീൽഡ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക്സ്. എന്താ ഫസ്റ്റ് ഫീൽഡ്? തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഫീൽഡാണ് തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഡിസീസ് വന്നു അല്ലേ, അപ്പോൾ ആ ഡിസീസ് നമുക്ക് എന്താ പറയുക, ഡിസീസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വൈറസോ ബാക്ടീരിയോ എന്തോ ആവട്ടെ, അതിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയണ്ടേ. അത് നമ്മളെങ്ങനെ അറിയും? ബയോടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബയോടെക്നോളജി യൂസ് ചെയ്യാം. പിന്നെ വരുന്നുണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ഇത് ഞാനിപ്പോൾ പറയുന്നില്ല, ബിക്കോസ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, വിത്ത് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോപ്സുകളുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഡിസീസ് വന്നു പോകുക എന്നുള്ളതാണ് അല്ലേ. പല ക്രോപ്പുകൾക്കും പലതരത്തിലുള്ള വൈറസും ബാക്ടീരിയ ഒക്കെ പല പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഡിസീസ് വന്നിട്ട് ആ പ്ലാന്റ് നശിച്ചു പോകുക എന്നുള്ളതാണ് ക്രോപ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ ആ ഇഷ്യൂ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ബയോടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പിന്നെ പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാക്ടീരിയയും വൈറസും അതേപോലത്തെ മൈക്രോബ്സ്, സിംപ്ലി സെയിങ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, നമ്മൾ സൂക്ഷ്മാണുക്കൾ എന്നൊക്കെ പറയില്ലേ, ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൊല്യൂഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ പൊല്യൂഷന് കാരണമാവുന്ന സബ്സ്റ്റൻസസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റീജിയണിൽ നിന്ന് ഒഴിവാക്കാം. അത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൈക്രോബ്സ് യൂസ് ചെയ്യാം. അതാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഫീൽഡാണ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ. അങ്ങനത്തെ പല ഫീൽഡുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബയോടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്താ? നോക്കാനുള്ളത് ഏതൊക്കെയാണ് ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ട്, അത് റിസർച്ചിന് വേണ്ടിയിട്ട് ബയോടെക്നോളജിയിൽ മെയിനായിട്ട് ഏതൊക്കെ ഏരിയാസ് ആണുള്ളത്, അല്ലെങ്കിൽ ബയോടെക്നോളജി ബേസ് ചെയ്തിട്ട് എന്തൊക്കെ റിസർച്ചാണ് മെയിനായിട്ട് നടക്കുന്നത്. മെയിനായിട്ട് 3 ഏരിയാസിലാണ് കേട്ടോ റിസർച്ച് നടക്കുന്നത്. ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഇവിടെ ആദ്യത്തെ ഏരിയ ഏതാ? പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടേം ഉണ്ട്. എന്താ ടേം?
കാറ്റലിസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു കാറ്റലിസ്റ്റ് എന്താണെന്ന്. എന്താ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പല പ്രോസസ്സസിലും ഈവൻ ബയോളജിക്കൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ആണെങ്കിലും അതല്ല പുറത്ത് നമ്മൾ ലാബ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിലും ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. പല കെമിക്കൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസിന് പ്രത്യേകതയുണ്ട്. പലപ്പോഴും ഈ റിയാക്ഷൻസ് എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. പക്ഷെ നമുക്ക് പരിപാടി സ്ലോ ആയിട്ട് നടന്നാൽ മതിയോ? പോരാ, നമുക്ക് എല്ലാം ഫാസ്റ്റ് ആയിട്ട് വേണം അല്ലേ. നമുക്ക് എല്ലാ പണിയും വേഗം തീർത്തിട്ട് സമാധാനമായിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി അതാ. അപ്പോൾ നമുക്ക് എന്ത് വേണം, എല്ലാത്തിനും സ്പീഡ് വേണം. അപ്പോൾ നമ്മളെങ്ങനെ സ്പീഡാക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ, സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് ആക്കണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കെമിക്കൽസിൻ്റെ സഹായം യൂസ് ചെയ്യും. അങ്ങനത്തെ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡ് കൂട്ടുന്ന, റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന റിയാക്ഷൻസിൻ്റെ സ്പീഡാണ് കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈംസ് എന്നൊക്കെ പറയും. ഓക്കെ, അതൊന്നും നിങ്ങൾക്കിവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ മനസ്സിലാക്കുക കാറ്റലിസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കാറ്റലിസ്റ്റുകളെ പ്രൊവൈഡ് ചെയ്യാം, റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി കാറ്റലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെ? ഞാൻ പറഞ്ഞു കെമിക്കൽ കോമ്പൗണ്ടുകളാണെന്ന്. പക്ഷെ എപ്പോഴും കെമിക്കൽ കോമ്പൗണ്ടുകളെ തന്നെ ആവണം നിർബന്ധം ഞാൻ പറഞ്ഞോ? ഇല്ല. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആവണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ചില മൈക്രോബ്സോ അല്ലെങ്കിൽ ചില കേസിൽ ചില പ്യോർ എൻസൈംസോ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൈക്രോബ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബയോടെക്നോളജിയുടെ ഒരു റിസർച്ച് ഫീൽഡായിട്ട് വരും. ഓക്കെ, രണ്ടാമത്തെ എന്താ, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻസ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ കാറ്റലിസ്റ്റ്, ഏതൊരു കാറ്റലിസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പല കാറ്റലിസ്റ്റുകൾക്കും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. നിങ്ങൾ ചിലപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടാവും അല്ലെ, എൻസൈമിൻ്റെയോ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെയോ ഒക്കെ എന്താ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് അല്ലേ. ടെമ്പറേച്ചർ വരുന്നുണ്ട്, അതേപോലെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, എനിവേസ് ഒരു കാറ്റലിസ്റ്റിന് അതിന് ഏറ്റവും പെർഫോം ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കുക എന്നുള്ളതും എന്താണ്, ബയോടെക്നോളജീൻ്റെ റിസർച്ച് ഫീൽഡാണ്. സോ ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ എഞ്ചിനീയറിംഗ്. ഓക്കെ, ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ബയോളജിയും എഞ്ചിനീയറിംഗും അല്ലേ, ബേസിക്കലി അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് കാറ്റലിസ്റ്റിന് ഏറ്റവും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏതാ നോക്കി, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താന്ന്, ടു പ്യൂരിഫൈ പ്രോട്ടീൻ. എന്താ, പ്രോട്ടീൻസ്. ഓക്കെ, നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താ നമുക്കറിയാം. നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ വീട്ടിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മേ ബി നമ്മൾ തന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ എടുക്കുന്നവരുണ്ടാവും. എനിവേസ്, ഒന്നും വേണ്ട, നമ്മൾ യൂഷ്വലി കഴിക്കുന്ന മുട്ട, പാല് അല്ലേ, ചിക്കൻ, ബീഫ്, വാട്ട് എവർ, ഇതിനകത്തൊക്കെ എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ പ്രോട്ടീൻസ് അല്ല, പൊതുവെ പ്രോട്ടീൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ഓക്കെ, പ്രോട്ടീൻ ആയാലും ഓർഗാനിക് കോമ്പൗണ്ടുകളായാലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അവരെ പ്യൂരിഫൈഡ് ഫോമിൽ വേണ്ടി വരും. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ മാത്രം എനിക്ക് വേണം, എനിക്കതിൻ്റെ കൂടെ വേറെ ആൾക്കാരൊന്നും വേണ്ട, എനിക്ക് ആ പ്രോട്ടീൻ മാത്രം എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കി പ്രോട്ടീൻസിൻ്റെ ഇടയിൽ നിന്നും പ്യൂരിഫൈ ചെയ്തെടുക്കണ്ടേ. അങ്ങനെ പ്രോട്ടീൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പ്യൂരിഫൈ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പ്രോസസ്സസ് അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ബയോടെക്നോളജി സംബന്ധിച്ചുള്ള റിസർച്ച് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. എന്താ ഫസ്റ്റ് സെക്ഷൻ? എന്താ, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ. ഒബ്വിയസ്ലി അല്ലേ, ഒബ്വിയസ്ലി. എന്താ ഞാൻ ഒബ്വിയസ്ലി എന്ന് പറയാൻ കാരണം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ, ഏറ്റവും മുഖ്യം എന്താ, ഫുഡല്ലേ. ഫുഡ് മുഖ്യം വീക്കില് അല്ലേ. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കൊരു പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എന്താ പറയുക, നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, നമുക്ക് അഗ്രികൾച്ചറിൽ നമുക്ക് ബയോടെക്നോളജി കൊണ്ടുവരാം. അതാണ് ഫസ്റ്റ് ഒരു മനുഷ്യൻ ചിന്തിക്കുക അല്ലേ. നമ്മളൊരു വലിയൊരു ബയോടെക്നോളജി തന്നെ സിസ്റ്റം ഒക്കെ കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ, ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കണ്ടേ, ഇത് എങ്ങനെ നമുക്ക് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക. ഒബ്വിയസ്ലി ഫുഡ് അല്ലേ, അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത് നോക്കാം. ഓക്കെ, അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ബയോടെക്നോളജിൻ്റെ യൂസ്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിക്കിങ്ങനെ ഓരോ ടോപ്പിക്സ് ഈ ചാപ്റ്റർ എസ്പെഷ്യലി ഇതെനിക്ക് പഠിപ്പിക്കാനും ഇഷ്ടമാണ്, എനിക്ക് പഠിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു. ബിക്കോസ് ഓക്കെ, എന്തെങ്കിലുമൊക്കെ റിയൽ ലൈഫായിട്ട് എനിക്ക് സംഭവം കിട്ടുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് കിട്ടുമായിരുന്നു. നമ്മൾ ഈ എന്താ പറയുക, ഓരോ മറ്റു തിയറീസും സംഭവങ്ങളും ലാബൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കുന്ന സമയത്ത് ഓക്കെ ഈ ചാപ്റ്റർ കൊള്ളാം, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അഗ്രികൾച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണയായി ചിന്തിക്കും, ബയോടെക്നോളജി ഒക്കെ വിടും, നിങ്ങൾ സാധാരണയായി ചിന്തിക്കും ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും. അത് നിങ്ങളൊരു കൃഷിക്കാരനാണ്, നിങ്ങൾക്കൊരു വലിയ പാടമുണ്ട്,
അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ് ഏതാണോ അതിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ പൊതുവെ അതിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ജനറൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഫെർട്ടിലൈസേഴ്സ് അങ്ങനത്തെ മാനുവറൊക്കെ യൂസ് ചെയ്യും, വളം ഇട്ട് കൊടുക്കും അല്ലേ, സിംപ്ലി സെയിങ് വളം യൂസ് ചെയ്യും. അപ്പോൾ അതാണ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെസ്റ്റിസൈഡ്സും അതേപോലെ തന്നെ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കെമിക്കൽ കോമ്പൗണ്ട്സ്, സിംപ്ലി സെയിങ്. അപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കെമിക്കൽ കോമ്പൗണ്ടുകൾ നിങ്ങൾ യൂസ് ചെയ്യും, ഏത് ഈ പറഞ്ഞ ഫെർട്ടിലൈസർ പോലെ. അത് ഒരു വേ ആണ് നിങ്ങൾക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാം, ഓർഗാനിക് അഗ്രികൾച്ചർ ചെയ്യാം, ജൈവ കൃഷി. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് യൂസ് ചെയ്യാതെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനുവൽ പോലത്തെ ഓർഗാനിക് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ, ക്രോപ്പ് ഈൽഡൊക്കെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, ഫൈൻ. മൂന്നാമത്തെ എന്താ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. എന്താ പറഞ്ഞത്, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അതായത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ്, ജനിതക മാറ്റം വരുത്തിയ ക്രോപ്പ്. എന്താ ജനിതക മാറ്റം വരുത്തിയ ക്രോപ്പ് എന്ന് പറഞ്ഞതിനോട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ക്രോപ്പ് ഉണ്ട്, ആ ക്രോപ്പ് സ്വാഭാവികമായിട്ടൊരു പ്ലാന്റ് അല്ലേ, ആ പ്ലാന്റിനകത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ട്, സെൽസ് ഇല്ലേ, സെൽസിൻ്റെ അത് എന്തുണ്ട്, ന്യൂക്ലിയസ് ഇല്ലേ, ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, ഇത് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകാല്ലേ, ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയസിനകത്ത് എന്താ ഉണ്ടാവുക, ഒബ്വിയസ്ലി ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ഉണ്ടാവുമോ, ഉണ്ടാവും, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി, നമുക്ക് വേണ്ട മാറ്റങ്ങൾ, ഓക്കെ, നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എടുക്കുന്നു, നമ്മൾ അതിന് മാറ്റങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം നിങ്ങൾ ബയോടെക്നോളജിയിൽ പഠിച്ചിട്ട് വന്നേ ആദ്യത്തെ ചാപ്റ്ററിൽ അല്ലേ, നമ്മൾ വെക്ടർ വഴി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ പഠിച്ചല്ലേ, ഒരു പുതിയ ജീൻ, ഒരു ഫേവറബിൾ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ പരിപാടികൾ നിങ്ങൾ പഠിച്ചല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അല്ലെങ്കിൽ GMOs അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം GMCs, ഈ പരിപാടികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. എന്നിട്ട് അതിനെന്ത് ചെയ്യാം, കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യൂലേ, ചെയ്യും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, ഐ അഗ്രീഡ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗ്രീൻ റെവല്യൂഷനെ പറ്റി എല്ലാവരും കേട്ടിട്ടില്ലേ അല്ലേ, ഗ്രീൻ റെവല്യൂഷൻ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഒരുപാട് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഗ്രീൻ റെവല്യൂഷൻ്റെ സമയത്ത് എടുത്ത സ്റ്റെപ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ കാരണം ഒരുപാട് ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ശരിയാണ്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മതിയായിരുന്നോ, പോരാ. കാരണം എന്താ, നമുക്കറിയാം, എന്താ പറയുക, പോപ്പുലേഷനിൽ നമ്മൾ ഭയങ്കര മുന്നിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ആസ് എ കൺട്രി പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പണ്ടേ അല്ലേ അടിപൊളിയാണ്, നമ്മൾ ചൈനനെ കടത്തി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തിരിച്ചടിയാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അല്ലെ നമുക്ക്. കാരണം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ അത്ര തന്നെ കൂട്ടണം. കാരണം ഫുഡിന് വേണ്ടിയുള്ള കൺസ്യൂമിങ് റേറ്റ് വല്ലാണ്ട് കൂടുകയാണ്. കാരണം പുതിയ ഉണ്ടാവുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ എന്ത് വേണം, ഫുഡ് വേണം. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആവശ്യം അല്ലെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടണം, സപ്ലൈ കൂടണം. ഇതൊരു എക്കണോമിക്സ് ക്ലാസ്സായി മാറുന്നുണ്ടോ ഗൈസ്? മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനെന്താ പറഞ്ഞിട്ടുണ്ടെന്നത്, ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്കത് മതിയായിരുന്നില്ല. നമുക്കതിൽ കൂടുതലും എന്ത് ചെയ്യണമായിരുന്നു, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ പൊതുവേ നമുക്കൊരു ക്രോപ്പിന് ഈൽഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് മെഷേഴ്സ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ വഴിയിലാണ് ഗ്രീൻ റെവല്യൂഷനൊക്കെ ഭാഗമായിട്ട് ഏതൊക്കെ വഴിയിലാണ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നോക്കിയാലോ. നോക്കാം എങ്ങനെയൊക്കെയാണ് ഈൽഡ് ഇൻക്രീസ് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വെറൈറ്റീസ്, കുറച്ചും കൂടെ ബെറ്റർ വെറൈറ്റീസ്. ഓക്കെ, അപ്പോൾ അത് ഏതൊരു പ്ലാന്റിന് നമ്മൾ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ കുരുമുളക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഓരോ പ്ലാന്റിനും അവൈലബിൾ ആണ്. ഓരോ സ്പീഷീസിനും യു ഹാവ് എ ലോട്ട് ഓഫ് വെറൈറ്റീസ്. അതിൽ നല്ല വെറൈറ്റി ഏതാണ്, ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന വെറൈറ്റി ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യാം. അതൊരു വഴിയല്ലേ, അതൊരു വഴിയാണ്. പിന്നെന്താ, ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. എന്താ ഉദ്ദേശിച്ചത്, ഒരു ചെടി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് നമുക്ക് മാനേജ് ചെയ്യണം. അതായത് ഇറിഗേഷൻ അല്ലേ, വെള്ളം കൊടുക്കണ്ടേ ചെടിക്ക്. അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അത് പല രീതിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് മണ്ണിലിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഫോളിയർ സ്പ്രേയിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. ഇറിഗേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ ഫോമിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾ എത്രത്തോളം നല്ല മാനേജ്മെൻറ്റ് പ്രാക്ടീസ് സ്വീകരിക്കുന്നോ അത്രത്തോളം നിങ്ങളെ ഈൽഡ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു വഴിയല്ലേ ഈൽഡ് കൂട്ടാൻ വേണ്ടി. അതേപോലെ അഗ്രോ കെമിക്കൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫെർട്ടിലൈസേഴ്സ് അല്ലേ, ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ക്ലാസിക് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഏതൊരാൾക്കും ചിന്തിച്ചെടുക്കാവുന്ന പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞവയൊക്കെ എല്ലാ കർഷകരും ചെയ്യുന്ന കാര്യങ്ങളുമാണ് അല്ലേ. പ്രത്യേകിച്ച് എന്താ പറയുക, ബയോടെക്നോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രോ കെമിക്കൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്രോ കെമിക്കൽസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഫെർട്ടിലൈസർ നമ്മൾ എല്ലാ തവണയും എന്ത് ചെയ്യണം, ഫെർട്ടിലൈസർ വാങ്ങണം, അത് ഇടണം, അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങണം, വീണ്ടും ഇടണം. സോ ഫൈനാൻഷ്യലി നോക്കുന്ന സമയത്ത് ഫെർട്ടിലൈസേഴ്സ് എപ്പോഴും വാങ്ങിയിടുക ഒരു പ്രശ്നമാണ്. അതേപോലെ വേറൊരു പ്രശ്നമുണ്ട് ഫെർട്ടിലൈസേഴ്സിന്, നമ്മൾ കാണാവുന്നതിൽ മേലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? സോയിലിൻ്റെ സെലിനിറ്റി കൂടുക. അത് ആഫ്റ്റർ ഓൾ ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അതേ കെമിക്കൽസ് അല്ലേ. അപ്പോൾ ഈ കെമിക്കൽസ് നമ്മൾ സോയിലിടുന്നതിനനുസരിച്ച് കുറേയൊക്കെ ആര് വലിച്ചെടുക്കും? പ്ലാന്റ് വലിച്ചെടുക്കും. ഓക്കെ, ആക്സെപ്റ്റ്. പക്ഷെ ചിലത് എന്ത് ചെയ്യത്തില്ല, പ്ലാന്റ് വലിച്ചെടുക്കത്തില്ല. അത് മണ്ണ് കിടക്കും, മണ്ണ് കലങ്ങി കിടക്കും. സോ മണ്ണ് എന്താവും? മലിനമോ അല്ലെങ്കിൽ മണ്ണിൽ സലൈൻ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ എന്താ പ്രശ്നം? സലൈൻ കോൺസെൻട്രേഷൻ ഒരു ലെവലിൻ്റെ മേലെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികളെ കൾട്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ മണ്ണ് പിന്നെ വേസ്റ്റ് ലാൻഡ് ആയി പോകും. മനസ്സിലായി? ഞാൻ അതൊന്നും ഇതിനകത്തില്ല, ബട്ട് ഐ എം ടെല്ലിങ് യു ബിക്കോസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മണ്ണ് എന്തായി പോകും? വേസ്റ്റ് ലാൻഡ് ആയി പോകും. അങ്ങനെ നമ്മുടെ ഭൂമിയിൽ തന്നെ എത്രയോ എമൗണ്ട് ഓഫ് ലാൻഡ് വേസ്റ്റ് ലാൻഡ് ആണ്. ഓക്കെ, നമുക്ക് പല പ്ലാന്റ്സും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ റൈസ്, വീറ്റ്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ഉണ്ടല്ലോ, സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്സ് ഒന്നും ഈ പറഞ്ഞ സലൈൻ സോയിൽ എന്ത് ചെയ്യത്തില്ല, സർവൈവ് ചെയ്യത്തില്ല. സോ അതൊരു വലിയ പ്രശ്നമാണല്ലേ. നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാതെ ആവും. ഇവിടെ നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യും, ചന്ദ്രനിലോ മാർസിലൊക്കെ പോയി കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. എനിവേസ് ഭൂമി പറ്റത്തില്ല, അങ്ങനെ സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ അഗ്രോ കെമിക്കൽസ് കൊണ്ട് എക്കണോമിക്കലി ആണെങ്കിലും എക്കോളജിക്കലി ആണെങ്കിലും എൻവയോൺമെന്റലി ആണെങ്കിലും പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു ക്ലാസിക് മെത്തേഡ്സ് അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? അവിടെയാണ് നമുക്ക് ബയോടെക്നോളജീൻ്റെ റോള് കാണാൻ പറ്റുക. എന്താ ബയോടെക്നോളജീൻ്റെ റോള്? ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ഉണ്ട്. ഈ ബയോടെക്നോളജി ഒക്കെ വരുന്നതിന് മുൻപേ തന്നെ വന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ മെത്തഡോളജിയാണ് എന്തെന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മെത്തഡോളജീസ് ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഓക്കെ, നമ്മളെ ഹ്യൂമൻസിൻ്റെ കേസിൽ ടിഷ്യൂ കൾച്ചർ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെറ്റ് ടു ബി ആൻസേർഡ്. ഓക്കെ, കാരണം ടിഷ്യൂ കൾച്ചർ ഒന്നും പ്ലാന്റ്സിൻ്റെ കേസിൽ നടക്കുന്ന പോലെ ആനിമൽസിൻ്റെ കേസിൽ ടിഷ്യൂ കൾച്ചർ പോലത്തെ സംഭവങ്ങൾ ചെയ്യാൻ, ക്ലോണിങ് ഒന്നും ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പക്ഷേ പ്ലാന്റ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. പ്ലാന്റ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ ആണെങ്കിലും ക്ലോണിങ് ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ വേഗം ചെയ്യാം. അപ്പോൾ എന്താണ് ടിഷ്യൂ കൾച്ചർ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞുതരാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഈ 1950 ആ ഒരു കാലഘട്ടങ്ങളിൽ സയൻറ്റിസ്റ്റുകളെല്ലാം ഈ ക്ലാസിക്കൽ മെത്തേഡ്സ് ഒക്കെ ഒഴിവാക്കി പുതിയ എന്തെങ്കിലും മെത്തഡോളജി ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ തപ്പി നടക്കുന്ന സമയത്താണ് ടിഷ്യൂ കൾച്ചർ കണ്ടുപിടിക്കുന്നത്. എന്താണ് ടിഷ്യൂ കൾച്ചർ? സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പ്ലാന്റ്, ഓക്കെ, ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് പ്ലാന്റിൻ്റെ റൂട്ടാവാം, സ്റ്റെം ആവാം, ലീഫാവാം, ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എടുത്തു. എന്നിട്ട് ആ എടുത്ത പ്ലാന്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൽ നിന്ന് നമ്മൾ പുതിയ ഒരു വലിയ പ്ലാന്റ് ഉണ്ടാക്കുകയാണ്. എന്നുവെച്ചാൽ അതേ സ്പീഷീസ്, അതായത് മാവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് തെങ്ങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കൊന്നും ടിഷ്യൂ കൾച്ചർ വളർന്നിട്ടില്ല. ഓക്കെ, ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നിങ്ങൾ ഒരു പ്ലാന്റ്, ഒരു സ്പീഷീസ് ഓഫ് പ്ലാന്റിൻ്റെ, ഒരു സ്പീഷീസ് എന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എടുക്കുന്നു. ആ ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ടിഷ്യൂ കൾച്ചറിന് വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാന്റ്, ഏത് സ്പീഷീസ് ആണോ എടുത്തത് അതിൻ്റെ ഒരു പുതിയ ഓർഗാനിസം അല്ലെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. അതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, എന്ത് ഒരു ഫുൾ പ്ലാന്റിൻ്റെ ഒരു ഭാഗം മതി അതിൻ്റെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ. ടിഷ്യൂ കൾച്ചർ വഴി ഒരു വളരെ ചെറിയ പീസ് മതി. ചെറിയ പീസ് എന്ന് പറയുമ്പോൾ ലിറ്ററലി മീനിറ്റ്, ചെറിയ പീസ് മതി. ഓക്കെ, അത്രയും ചെറിയ പീസ് മതി. അപ്പം നിങ്ങളൊരു പ്ലാന്റിൻ്റെ ഏതൊരു ഭാഗം എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ഈ എടുക്കുന്ന ഭാഗത്തിന് നിങ്ങൾ വിളിക്കുന്നൊരു പേരുണ്ട്, ടിഷ്യൂ കൾച്ചറിൽ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ വിളിക്കുക? ടിഷ്യൂ കൾച്ചറിൽ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലാന്റ് എന്നാ പറയാം. എന്താ പറയാം? എക്സ്പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് ഭാഗമാണോ എടുക്കുന്നത് അതിന് നമ്മൾ എക്സ്പ്ലാന്റ്സ് എന്ന് പറയും. ഏത് ഭാഗമാണോ, പ്ലാന്റിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്പ്ലാന്റിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മീഡത്തിലിട്ട് വെക്കും. ഓക്കെ, ഒരു മീഡത്തിലിട്ട് വെക്കും. ആ മീഡത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാന്റ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. അതാണ് ബേസിക്കലി സംഭവം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങൾ? മൈക്രോബ്സ് ആണ് അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലേ. പലതരത്തിലുള്ള വൈറസ്, ബാക്ടീരിയ ഒക്കെ വന്നിട്ട് നശിച്ചു പോകാൻ, അതായത് ഈ പറഞ്ഞ എക്സ്പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ ചെയ്യാൻ പാടുള്ളൂ. വൃത്തിക്ക് എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ അത് അതിൽ വലിയ ലബോറട്ടറീസും എന്താ പറയുക, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ലബോറട്ടറീസൊക്കെ. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാം. ഡിഗ്രി PG സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ടിഷ്യൂ കൾച്ചറൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലബോറട്ടറീസൊക്കെ കാണാം. എനിവേസ്, എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊസീജിയറും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടികളിയല്ല. ഓക്കെ, ഒരു ലേമാന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല.
ഓക്കെ, അത് കുറച്ച് നോളജ് ഉള്ള ആൾക്കാർക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേസ് എന്തുണ്ട് എടുക്കും നമ്മൾ എക്സ്പ്ലാന്റ് എടുത്തിട്ട് ന്യൂട്രിയൻ മീഡിയയിൽ ഇട്ടിട്ട് വളർത്തും. ഇതാണ് പരിപാടി. അപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മുഴുവനായ ഒരു പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? പ്ലാന്റ്സിനുണ്ട്. അല്ല, അങ്ങനെ ഒരു എബിലിറ്റി പ്ലാന്റ്സിനില്ലേ? അങ്ങനെ ഒരു എബിലിറ്റിക്ക് നമുക്കൊരു പേരിടണ്ടേ? പേരിടണം. നമ്മൾ പേരിട്ടിട്ടുണ്ട്. എന്താ പേര്? ടോട്ടിപ്പോട്ടൻസി. പേരിടാൻ സയൻസുകാർക്ക് പണ്ടേ മഴയൊന്നുമില്ല, എസ്പെഷ്യലി ബയോളജിക്കാർക്ക്. എന്ത് കിട്ടിയാലും അപ്പം പേരിടും. പേരിട്ടിട്ട് പിന്നെ ബാക്കി ആലോചിക്കുക. ആദ്യം പേരിടണം. പേരിടൽ ചടങ്ങാണ് ആദ്യം. കുട്ടികൾക്ക് പോലും ഇത്രയും വേഗം പേരിടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സയൻസിലൊരു ടേം കണ്ടുപിടിച്ച, ഒരു പ്രൊസീജിയർ കണ്ടുപിടിച്ച, ആദ്യം പേര് പിന്നെ ബാക്കി. ആദ്യം പേരാദ്യം ഇടുക. അവ എല്ലാത്തിനും നമുക്ക് എന്ത് അടിക്കാനുണ്ട്? പേര് അടിക്കാൻ. നല്ലൊരു കഷ്ണം പ്ലാന്റ് എന്ന് പറയുന്നതിന് പകരം അതിന് വേറെ പേരുണ്ട്. എന്താ? എക്സ്പ്ലാന്റ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കപ്പാസിറ്റി, അതായത് ടോട്ടിപ്പോട്ടൻസി എന്താ? ടോട്ടിപ്പോട്ടൻസി ഈസ് ദി കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി എക്സ്പ്ലാന്റ് അല്ലെങ്കിൽ സെല്ല്. ഈവൻ ഒരു സെല്ലും എക്സ്പ്ലാന്റ് ആവാട്ടോ. ഒരു സെല്ലിനും എന്ത് ചെയ്യാം? സെല്ലിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ പ്ലാന്റ് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു എബിലിറ്റി, ഒരു പ്ലാന്റ്സിനുള്ള എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടിപ്പോട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേം പഠിച്ചോ? എക്സ്പ്ലാന്റും പഠിച്ചു, ടോട്ടിപ്പോട്ടൻസിയും പഠിച്ചു. പ്രശ്നമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് വലിയ ടെസ്റ്റ് ട്യൂബ്സ് പോലത്തെ സംഭവങ്ങൾ എൻ്റെ ബാക്കിലുണ്ട്. ഏകദേശം എൻ്റെ ഒരു വലുപ്പുണ്ടല്ലേ? എൻ്റെ ഒരു വലുപ്പുണ്ടോ? ഇല്ല കേസ്, അത് ഇമേജ് സൂംഡ് ആയതുകൊണ്ടാണ് എൻ്റെ വലുപ്പം തോന്നുന്നത്. ഇറ്റ്സ് ബേസിക്കലി സ്മോൾ ടെസ്റ്റ് ട്യൂബ്സ്. ഓക്കെ, അപ്പോൾ എന്താ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ കാണുന്നത് ബേസിക്കലി പ്ലാന്റ്സ്, ചെടികളാണ് കാണുന്നത് അല്ലേ? ഇതൊക്കെ എന്താണ്? ചെടികളാണ്, ചെറിയ ചെടികളാണ്. ഇവിടെ ഒരു കോട്ടൺ പ്ലഗ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതെ, കോട്ടൺ പ്ലഗ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് ആ ടെസ്റ്റ് ട്യൂബ്സ്. എന്തിനാണ് മൂടി വെച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് എയറിനോട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. കാരണം എയറിൽ എന്തുണ്ട്? മൈക്രോബ്സ് ഉണ്ട്. എയറിൽ ബാക്ടീരിയ വൈറസ് എല്ലാം ഇല്ലേ? ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ എയറിൽ എന്താ പറയുക, സ്റ്റെറിലൈസ്ഡ് ആണോ എയർ? അല്ല ഗൈസ്, ഒരുപാട് ബാക്ടീരിയസും വൈറസസും ഈ എയറിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന എയർ, നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എന്താ പ്യുവർ ആണോ? സ്റ്റെറിലൈസ്ഡ് ആണോ? ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ എയറിലൊക്കെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, വൈറസസ് ഉണ്ട്, പലതരത്തിലുള്ള മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ എനിവേസ് അതൊന്നും ഇവരെ ബാധിക്കാൻ പാടില്ല. കാരണം ഇവരെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കൂല? ടിഷ്യൂ കൾച്ചർ നടക്കൂല. ഓക്കെ, ഇവർ ഗ്രോ ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടിഷ്യൂ കൾച്ചർ സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. വേറെ ഇമേജ് കാണിച്ചു തരാം. ഇത് ഓക്കെ, ഇതിൻ്റെ ടെസ്റ്റ് ട്യൂബ് അല്ല, ഒരു ജാർ പോലെ സംഭവമാണ്. ഗ്ലാസ് ജാർ ആയിരിക്കും ടെക്നിക്കലി. ഗ്ലാസ് ജാർസ് ആണ് പൊതുവെ യൂസ് ചെയ്യുക, കാരണം സ്റ്റെറിലൈസ് ചെയ്യണ്ടേ. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും ജാറുകളാണെങ്കിലും എന്താണെങ്കിലും അത് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഈ ഹീറ്റില്ലേ, ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അതായത് ഓവൻ തന്നെ ബേസിക്കലി നമ്മുടെ വീട്ടിലൊക്കെ അവൻസ് ഉണ്ടാവില്ലേ, അതിനകത്ത് നമ്മളിത് കൊണ്ടുവയ്ക്കും. അപ്പം കുറച്ച് ചൂടിൽ, ഇത്ര ഡിഗ്രി ചൂടിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പാത്രങ്ങളൊക്കെ, ഈ ജാറുകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ബാക്ടീരിയാസ് ഒക്കെ എന്ത് ചെയ്യും? മരിച്ചു പോകും. ബാക്ടീരിയസ് വൈറസസ് ഉണ്ടെങ്കിൽ അത് മരിച്ചു പോകും എന്നുള്ളതാണ്. ഓക്കെ, എനിവേസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലാന്റ് എടുക്കണം. ഈ പറഞ്ഞ എക്സ്പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. ഓക്കെ, എക്സ്പ്ലാന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പല കോമ്പൗണ്ട്സ് ഉണ്ട്. മെർക്കുറി ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ പല കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ പോലും ആ ചെറിയ കഷ്ണത്തിന് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. കാരണം ആ ചെറിയ കഷ്ണം നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? ഒരു ഫീൽഡിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? ബാക്ടീരിയ വൈറസൊക്കെ അതിൻ്റെ മേത്തുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കാര്യമില്ല, ടിഷ്യൂ കൾച്ചർ ഗ്രോ ചെയ്യില്ല പ്ലാന്റ്സ്. പക്ഷേ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതേപോലെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അതിനകത്ത് ഗ്രോ ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ് മുഴുവനായിട്ട് അതിനകത്ത് ഇട്ട് വെച്ചതല്ല. ഇതിനകത്ത് പ്രോബബ്ലി ഒരു ചെറിയ കഷ്ണം അല്ലേ, ചെറിയ കഷ്ണം ഓഫ് പ്ലാന്റ് ഇങ്ങനെ ഒരു എക്സ്പ്ലാന്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഒരു ന്യൂട്രിയൻ മീഡിയം കൊടുത്തിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്തിട്ട് വളർന്നിട്ട് ഇങ്ങനെ ഒരു വലിയ പ്ലാന്റ് ആയി മാറുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് വേറൊരു പിക്ചറാണ്. അഗൈൻ സി, ഇവിടെ നിങ്ങൾക്ക് ന്യൂട്രിയൻ മീഡിയം കാണാൻ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതൊരു വെള്ളം പോലുള്ള സാധനത്തിലല്ല ഇട്ട് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ടർ ഗൈസ്. അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കോമ്പൗണ്ട്സ് നിങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് ഇടുന്ന കോമ്പൗണ്ട്സ് അറിയണ്ടേ? എന്തൊക്കെയാണ് ഒരു ന്യൂട്രിയൻ മീഡിയം? ഒരു പ്ലാന്റിന് നമ്മളൊരു ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു മീഡിയത്തിൽ എന്തൊക്കെ ഉണ്ടാവണം? സാധാ വെള്ളം കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കോമ്പൗണ്ട്സ് ഇടണോ? എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കോമ്പൗണ്ട്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താ? ഫസ്റ്റ് എന്താ? കാർബൺ സോഴ്സ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റിന് എന്ത് ചെയ്യണം? ഫോട്ടോസിന്തസിസ്. പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടാണ്. പ്ലാന്റിന് വേണ്ട ഫുഡ് പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ കുപ്പിയിലിട്ട് വളർത്തി കഴിഞ്ഞാൽ പ്ലാന്റിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഇല്ല. അത് മാത്രമല്ല, ഒരു കുഞ്ഞ് പീസ് ഓഫ് എക്സ്പ്ലാന്റ് ആണെങ്കിൽ അതിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയ കഷ്ണം പ്ലാന്റ്, ഒരു ചെറിയ കഷ്ണം ഇലയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം റൂട്ടോ എടുത്ത് അതിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഗൈസ്, പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്തല്ല?
എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാർബൺ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു കാർബണിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് സോഴ്സ് എന്തായിരിക്കണം, ഉണ്ടാവണം. പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. പഞ്ചസാര നമ്മൾ ഷുഗർ ഇട്ടാലും മതി, ഷുഗർ ഇടും, പക്ഷേ ആക്ച്വലി കോൺസെപ്റ്റ് വൈസ് എന്താണ്, സൂക്രോസ് ആണ്. ഓക്കെ, സൂക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കാർബൺ സോഴ്സ് ആയിട്ട് കൊടുക്കുക. പിന്നെ അത് ഓർഗാനിക് അല്ലേ, കാർബൺ എന്ന് പറയുന്ന സമയത്ത് എന്തായത്, ഒബ്വിയസ്ലി ഓർഗാനിക് ആയില്ലേ ഗൈസ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അല്ലേ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് അവിടെ കഴിഞ്ഞു. ഓർഗാനിക് മാത്രം മതിയോ, പോരാ, പലതരത്തിലുള്ള ഇനോർഗാനിക് സോൾട്ട്സും വേണം. ഈ പറഞ്ഞ പോലെ ഫോസ്ഫറസ്, അതേപോലെ സോഡിയം, വാട്ട് എവർ, നൈട്രജൻ, എന്തോ ആവട്ടെ, സൾഫർ, നിങ്ങൾക്ക് പലതരത്തിലുള്ള കോമ്പൗണ്ട്സും പ്ലാന്റ്സിന് ആവശ്യമുണ്ട് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിനറൽ ന്യൂട്രിയൻസ് അല്ലേ, മിനറൽ ന്യൂട്രീഷൻ, അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ലേ, എപ്പോഴായിരുന്നു, +1 +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും സാരല്ല, നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെങ്കിൽ ഒരുപാട് എന്താ പ്ലാന്റ്സിന് ആവശ്യം, ഇത്ര മിനറൽസ് ആവശ്യമാണ്, നൈട്രജൻ അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ലേ, നൈട്രജൻ, സൾഫർ, പൊട്ടാഷ്യം പഠിച്ചിട്ടുണ്ടാവണയാണല്ലോ. ഒരു 14 ന്യൂട്രിയൻസിൻ്റെ ലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ. എനിവേസ്, പ്ലാന്റ്സിന് ഒരുപാട് എന്താവശ്യമാണ് ഗൈസ്, എന്താവശ്യമാണ്, ന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പോൾ ആ ന്യൂട്രിയൻസ് എങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് കൊടുക്കുക, ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ന്യൂട്രിയൻ മീഡിയം. ആ ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പ്ലാന്റ് ഇതാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടാലേ പ്ലാന്റ് എന്ത് ചെയ്യുള്ളൂ, വലിച്ചെടുക്കുള്ളൂ ഗൈസ്. നോക്ക്, ഈ ന്യൂട്രിയൻ മീഡിയത്തിലാണ് പ്ലാന്റിനെ നിങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലേ, കുഞ്ഞു പീസ് വെച്ചിരിക്കുന്നത് എവിടെയാണ്, ന്യൂട്രിയൻ മീഡിയത്തിലാണ്. അവിടെ നിന്നാണ് അത് വളർന്ന് വലുതായി ഒരു വലിയ കുട്ടിയാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രിയൻ മീഡിയത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കാർബൺ സോഴ്സായി, ഇനോർഗാനിക് സോൾട്ടുകളായി, വൈറ്റമിൻസ് വേറൊരു സംഭവമാണ്. വൈറ്റമിൻസ് എന്ത് ചെയ്യുക, വൈറ്റമിൻ A മുതൽ Z വരെ ഉണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ, ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനങ്ങൾ ഏതാണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദ സ്പീഷീസ് കേട്ടോ. നമ്മൾ ഏത് സ്പീഷീസാണ് ടിഷ്യൂ കൾച്ചർ വഴി വളർത്തുന്നത്, ആ സ്പീഷീസിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ആവശ്യമുള്ളത്, ഇതൊക്കെ ഒരു ധാരണ വേണം. എന്നിട്ടേ ഇതൊക്കെ പോയി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഉള്ളതെല്ലാം എടുത്തിട്ട് ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇതിനൊക്കെ എന്തുണ്ട്, എമൗണ്ട് ഉണ്ട്, ഇത്ര എമൗണ്ടേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് വാരി ഇടരുത്. ഓക്കെ, ഇത്ര എമൗണ്ടേ കൊടുക്കാൻ പാടുള്ളൂ, ഇന്ന വൈറ്റമിൻസേ കൊടുക്കാൻ പാടുള്ളൂ, ഇന്നത് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ടോക്സിസിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ. ഒരു പെർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മിനറൽ ഒരു എമൗണ്ടിന് കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാന്റിന് ടോക്സിക് ആണ്. ആ പ്ലാന്റിന് പറ്റുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ധാരണ ഉള്ളതിന് ശേഷമാണ് ഈ പരിപാടി നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം പിന്നെന്തുണ്ട്, അമിനോ ആസിഡ്സ് അല്ലേ, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, അതേപോലെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ല. എന്താണ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പഠിച്ചല്ലേ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇതും നിങ്ങൾക്ക് ഏതൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടല്ലോ, +1 നിങ്ങൾ പഠിക്കുന്നത്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പല പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ഓക്സിൻ, സൈറ്റോകൈനിൻ, ഇത് പറയാത്ത ഗിബെർലിൻ, അബ്സിസിക് ആസിഡ്, പലതരത്തിലുള്ള എന്തുണ്ട്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. പ്ലാന്റിനെ വളരാൻ സഹായിക്കുന്ന ആൾക്കാർ, ഗ്രോത്ത് ഹോർമോണുകൾ അല്ലേ. പ്ലാന്റിന്റെ ഹോർമോൺ അല്ലടോ ഓക്സിനും ഗിബറലിനൊക്കെ അല്ലേ. പ്ലാന്റിന് വളരണമെങ്കിൽ, പ്ലാന്റിന്റെ സ്റ്റെം ഗ്രോ ചെയ്യണമെങ്കിൽ ഓക്സിൻ വേണം, പഠിച്ചിട്ടില്ലേ. സെൽ ഡിവിഷൻ നടക്കണമെങ്കിൽ സൈറ്റോകൈനിൻ വേണം, പഠിച്ചിട്ടില്ലേ. ഇപ്പോൾ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു അല്ലേ. അപ്പോൾ ഇനി ന്യൂട്രിയൻ മീഡിയത്തിൽ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ജനറൽ ആയിട്ട് ന്യൂട്രിയൻ മീഡിയത്തിൽ പ്രൊവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ ചില പ്ലാന്റ്സിന് എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എനിവേസ്, യു കെൻ സീ ഓവർ ഹിയർ ന്യൂട്രിയൻ മീഡിയം ഒക്കെ കോണിക്കൽ ഫ്ലാസ്കിൽ വെച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് കാണാം. എനിവേസ്, മൂവിങ് ഓൺ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടി. ഇനി അടുത്തെന്താ നോക്കുന്നേ, ഇങ്ങനെ ടിഷ്യൂ കൾച്ചറും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിൻ്റെ ബലമായിട്ട് കിട്ടുക, ശരി, പുതിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടും, ഓക്കെ. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു എക്സ്പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വളരെ ചെറിയ ഒരു പ്ലാന്റിൽ നിന്ന്, ഇപ്പോൾ വിചാരിക്കും ഒരു പ്ലാന്റ് ഉണ്ട്, ഈ പ്ലാന്റിൽ നിന്ന് ഞാനൊരു 10 ഇലേൻ്റെ കഷ്ണം എടുത്തു. ഓക്കെ, ഒരു ഇലേൻ്റെ 10 കഷ്ണം എടുത്തു. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്, ഒരു പ്ലാന്റ് ഉണ്ട്, ഞാൻ ആ പ്ലാന്റ് പോയി നേരെ ഒരു ഇല പറിച്ചു കൊണ്ടുവന്നു, ആ ഇലേനെ 10 കഷ്ണങ്ങളാക്കി പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് 10 ജാറിലിട്ട് വെച്ചാൽ ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞാൽ എനിക്ക് 10 പ്ലാന്റ് കിട്ടുമോ ഇല്ലയോ, കിട്ടും. ഒരു പ്ലാന്റിൻ്റെ ഒരു ഇലയിൽ നിന്ന് എനിക്ക് 10 പ്ലാന്റ് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നമ്പർ ഓഫ് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പ്രൊപ്പഗേഷൻ, അതായത് സിംപ്ലി സെയിങ് റീപ്രൊഡക്ഷനുള്ള അർത്ഥം തന്നെയാണ്. പ്രൊപ്പഗേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ വെരി ഷോർട്ട് ഡ്യൂറേഷൻസ്. അധികം ടൈമൊന്നും എടുക്കുന്ന പരിപാടിയല്ല കേട്ടോ, വർഷങ്ങളോളൊന്നും വേണ്ട ആവശ്യമില്ല. പുതിയ പ്ലാന്റ് വളർന്ന് അല്ല, ഈ പ്ലാന്റ് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞില്ല അല്ലേ. ഈ പ്ലാന്റ് വളർന്ന് നിങ്ങൾ ഈ കുപ്പിയിൽ കാണുന്ന പോലത്തെ ഒരു സ്റ്റേറ്റിലെത്തി, ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, പിന്നെ നമ്മളത് ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ഒരുപാട് പ്രോസസ്സൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ അക്ലിമറ്റൈസേഷൻ എന്നൊക്കെ പറയും.
ഒന്നും പഠിക്കണ്ട. സംഭവം എന്താ, നമ്മൾ അങ്ങനത്തെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ പ്ലാന്റ് വളർന്ന് വലുതാവുക എവിടെ നിന്നാണ്? ഫീൽഡിൽ നിന്നാണ്. കാരണം ഒരു ലാബിൽ മരം വളർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ചെറിയ പ്ലാന്റ് ആയിരിക്കുന്ന ഒരു സാപ്ലിംഗ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ട് ഫീൽഡിൽ കുഴിച്ചിടും. ഫീൽഡിൽ നിന്നാണ് അത് വളരുക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പം ലാബിൽ നിന്ന് വളർന്നൊന്നും തെറ്റിദ്ധരിച്ച് വെക്കേണ്ട. അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ പറ്റൂ എന്നും തെറ്റിദ്ധരിച്ച് വെക്കേണ്ട. ആ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ പറയുന്ന ടോപ്പിക് എന്താ, ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് നമ്പർ ഓഫ് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മൾ ഒരു ടേമും കൂടെ വിളിക്കും. എന്താ അത്? മൈക്രോ പ്രൊപ്പഗേഷൻ. എന്താ വിളിക്കുക? മൈക്രോ പ്രൊപ്പഗേഷൻ. കാരണം ഒരു ചെറിയ പീസ് മതി, അതിൽ നിന്ന് ഒരുപാട് നമ്പർ ഓഫ് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. സോ വി കോൾ ഇറ്റ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഓക്കെ, അങ്ങനെ പ്ലാന്റുകൾ ഉണ്ടാക്കി അല്ലേ. നമ്മൾ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ഇലേൻ്റെ കഷ്ണം എടുത്ത് 10 കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്തു? 10 പ്ലാന്റുകൾ ഉണ്ടാക്കി. ഈ ഉണ്ടായ 10 പ്ലാന്റുകളും, യു ഗൈസ് ലിസൺ ടു മീ, ഓക്കെ, ഈ ഉണ്ടായ 10 പ്ലാന്റുകളും ആ ഒരു പ്ലാന്റിനോട് എന്തായിരിക്കും? ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. കാരണം എവിടെയെങ്കിലും ക്രോസിംഗ് നടന്നോ? എവിടെയെങ്കിലും മിയോസിസ് നടന്നോ? നിങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ച് ഞാനല്ലേ എടുത്തത് നിങ്ങൾക്ക് ആ ചാപ്റ്റർ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ജനറ്റിക്കലി ഐഡന്റിക്കൽ അല്ലാണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിഫറൻസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മിയോസിസ്, ക്രോസിംഗ് ഓവർ, ഇതൊക്കെ നടക്കണം. ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ബേസിക്കലി ഒരു പ്ലാന്റ് എടുക്കുന്നു, അതിന്റെ കഷ്ണം എടുക്കുന്നു, അതിൽ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നു. ഇതേ നടന്നിട്ടുള്ളൂ. കൈൻഡ് ഓഫ് ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പോലെ അല്ലേ, ഒരു ഫ്രാഗ്മെന്റേഷൻ പോലുള്ള പരിപാടി തന്നെയാണ് ബേസിക്കലി. അപ്പോൾ ഇതിനെവിടെ എന്തെങ്കിലും ജനറ്റിക്കൽ ഡിഫറൻസസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ഉണ്ടായ 10 പ്ലാന്റും ആ ഒരൊറ്റ പ്ലാന്റ്, ഏത് പ്ലാന്റിൽ നിന്നാണോ ഇല എടുത്തത്, ഏത് പ്ലാന്റിൽ നിന്നാണോ എക്സ്പ്ലാന്റ് എടുത്തത്, ആ പ്ലാന്റ് എന്തായിരിക്കും? ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഈച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വിൽ ബി ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദി ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദ പ്ലാന്റ് ഇസ് ഗ്രോൺ. ഒറിജിനൽ പ്ലാന്റ് അല്ലെ, പാരന്റ് പ്ലാന്റ് ഏതാണോ അതാണ് എന്തായിരിക്കും? ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സോമാ ക്ലോൺസ് എന്ന് വിളിക്കുന്നത്. എന്താ? സോമാ ക്ലോൺസ്. സൊമാറ്റിക് സെൽസിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. അവിടെ പൊതുവേ സോമാ ക്ലോൺസ് എന്താ വിളിക്കുക? ഈ ടേം ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. സോമ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? സോമൻ എന്ന് എഴുതുക. സോമൻ എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? സോമൻ എന്ന് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ആ എന്നെ അങ്ങ് വായിച്ചളയാം. ആ എന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്നെ മായ്ച്ചു കളഞ്ഞിട്ടോ? എന്നെ മായ്ച്ചു കളഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണ്ടേ? ക്ലോൺ എന്ന് എഴുതുക. ക്ലോൺ എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നം കേട്ടോ. അപ്പോൾ എന്തായി? സോമാ ക്ലോണായി. അപ്പോൾ സോമാ ക്ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയ പുതിയ 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ 10 പ്ലാന്റ് എന്താണ്? പാരന്റിനോട് സിമിലർ ആണ്. അതുകൊണ്ട് ഈ 10 പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സോമാ ക്ലോണുകൾ എന്ന് വിളിക്കുന്നു. മൂവിങ് ഓൺ. ഓക്കെ, ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചറിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇമേജസ് കാണാം. ഇതിപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ ഒരു പ്ലാന്റ് വളർന്നു വരുന്ന ഒരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. വളരെ കുഞ്ഞായിരുന്നു, പിന്നെ എന്ത് സംഭവിച്ചു? വലുതായി പടർന്ന് പന്തലിച്ച് ഒരു ഫുൾ പ്ലാന്റായി. ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്, നത്തിങ് മോർ. ഇത് നോക്കിക്കേ, ഇതിപ്പോൾ 4 ചട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ. 4 എണ്ണം ആയിരിക്കണം. ഈ 4 പ്ലാന്റും സിമിലർ അല്ലേ? കളറിൽ സിമിലർ ആണ് അല്ലേ? ഇവരുടെ സൈസ് ഏകദേശം സിമിലർ ആണ്. ഇത് സോമാ ക്ലോൺസ് ആയിക്കൂടെ? ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയതിന് ശേഷം ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 പ്ലാന്റുകളാണെന്ന് വിചാരിച്ചോ. ദേ ആർ ഐഡന്റിക്കൽ, ദേ ആർ സിമിലർ അല്ലേ? ഇത് ഈ പാരന്റിനോട്, ഇത് ഒന്ന് പാരന്റ് ആണെന്ന് വിചാരിച്ചോ. ഏതാ പാരന്റ് ഏതാ കുട്ടി എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ? എല്ലാം ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് കേസസിലും ഫിസിക്കലിയും സിമിലർ ആയിരിക്കും. മോസ്റ്റ് കേസസിലും. ഓക്കെ, ജനറ്റിക് സിമിലാരിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. കാരണം ഫിസിക്കലി ഡിഫറൻസസ് വരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഞാൻ ആലോചിക്കാൻ വേണ്ടി ഒരു ഫിഗർ കാണിച്ചു എന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കോൺസെപ്റ്റുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ ഏതൊക്കെ പ്ലാന്റുകളാണ്, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിലെ മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ക്രോപ്പുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഇനി നിങ്ങൾ പറയും. കാരണം എന്താ? ബാക്കിൽ ഇമേജ് കാണുന്നുണ്ട് അല്ലേ. ഓഫ് കോഴ്സ് ബനാന, ഷാർജ ഷേക്കിൽ ബനാന ഇടും അല്ലേ? എൻ്റെ അറിവിലിടും അല്ലേ? ഷാർജ ഷേക്കിലിടും. ഇല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് ബനാന ഇടുക? നമ്മൾ പഴം നിറച്ചത്, പഴംപൊരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നവരല്ലേ. അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്? ബനാന ഉണ്ട്. അതിപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, വെറുതെ വേണതാ. ഓക്കെ, പിന്നെ എന്തുണ്ട്? ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ, അതേപോലെ തന്നെ ആപ്പിൾസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബനാന, ടൊമാറ്റോ, ആപ്പിൾസ് ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിഷ്യൂ കൾച്ചർ വഴി വളർത്തിയെടുത്ത് വലുതാക്കി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞു. നൗ മൂവിങ് ഓൺ. എന്താണ് നമ്മൾ അടുത്ത ടോപ്പിക്? അടുത്ത ടോപ്പിക്ക് പറഞ്ഞതിന് മുന്നേ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഓക്കെ, ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞു, പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ? റിക്കവറി ഓഫ് ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ്. എന്താ? റിക്കവറി ഓഫ് ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ടിഷ്യൂ കൾച്ചർ വഴി ഒരു ഡിസീസ്ഡ് ആയ പ്ലാന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന് അയ്യോ ഞാൻ മരിക്കാൻ പോവാണ്, അയ്യോ അമ്മ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം?
ഒരു പുതിയ 1, 2, 3, 10 പുതിയ പ്ലാന്റുകൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി റിക്കവറി, ഒരു മെത്തേഡ് ഓഫ് റിക്കവറിയാണ്. ചാവാൻ പോകുന്ന ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുകയാണ്, ഡിസീസ് അല്ലാത്ത പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ്സ് ഇൻ വൺ വേ എ കൈൻഡ് ഓഫ് റിക്കവറി അല്ലേ. അപ്പോൾ എങ്ങനെയാണ് റിക്കവറി നടത്താൻ പറ്റുക? അതായത് ഓൾറെഡി നമ്മൾ എടുക്കുന്ന പ്ലാന്റ് ഡിസീസ്ഡ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പീസിലും ആ ഡിസീസ് ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു പ്ലാന്റ്, ഓക്കെ, ഒരു പ്ലാന്റിനെ നമ്മൾ കണ്ടു, ആ പ്ലാന്റിന് എന്തോ ഒരു വൈറസ് ആ പ്ലാന്റിനെ ബാധിച്ചിട്ടുണ്ട്, ആ പ്ലാന്റ് മൊത്തത്തിൽ ഈൽഡൊന്നുമില്ല, ആ പ്ലാന്റ് മരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്ലാന്റ് മരിക്കാൻ പാടില്ല. നമുക്ക് ആകെ നമ്മുടെ പാടത്തായി ഒറ്റ സ്പീഷീസായി ഒറ്റ പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആ പ്ലാന്റ് മരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സ്പീഷീസേ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് മരിക്കാൻ പാടില്ല. അത് മരിക്കാതെ നമുക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം അല്ലേ. അപ്പോൾ സംരക്ഷിക്കണം, നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ആ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്താൽ മതി. പക്ഷേ ഏതെങ്കിലും ഒരു പീസ് എടുക്കാൻ പറ്റുമോ ഗൈസ്? ചിന്തിക്കേ, പറ്റത്തില്ല. കാരണം ഒരു വൈറസ് ഒരു പ്ലാന്റിനെ ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ, ആ വൈറസ് അതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവില്ലേ, ലീഫിലുണ്ടാവും, സ്റ്റെമ്മിലുണ്ടാവും, റൂട്ടിലുണ്ടാവും. പല കേസിലും വൈറസ് എന്തായിരിക്കും, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏത് ഭാഗത്ത് സ്പ്രെഡ് ചെയ്താൽ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാ ഭാഗങ്ങളും വാരി വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ഭാഗം എടുക്കാം. ഏതാ ഭാഗം? ബാക്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, ഈവൺ ഇഫ് ദ പ്ലാന്റ് ഇസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ഓർ ബാക്ടീരിയ, ബാക്ടീരിയ വൈറസുമായിട്ട് ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ട പ്ലാന്റ് ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ ഒരു ഭാഗം എന്തായിട്ടില്ല, ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ വൈറസും ബാക്ടീരിയയും കാണില്ല. ഏതാ ആ ഭാഗം എന്ന് പറയുന്നത്? മെറിസ്റ്റം. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗമാണ് കേട്ടോ. നമ്മൾ ഈ ടിഷ്യൂ കൾച്ചറൊക്കെ പറയുമ്പം വളരെ മൈക്രോ പ്രൊപ്പഗേഷൻ ആണെങ്കിലും ടിഷ്യൂ കൾച്ചർ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് വരുന്ന ഭാഗമാണ് മെറിസ്റ്റം എന്ന് പറയുന്നത്. കാരണം മെറിസ്റ്റം എന്താണെന്ന് അറിയില്ലേ, അപ്പിക്കൽ മെറിസ്റ്റം, ലാറ്ററൽ മെറിസ്റ്റം പഠിച്ചിട്ടില്ലേ? ഒരു പ്ലാന്റിൻ്റെ, ഓക്കെ, മെറിസ്റ്റം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വരയ്ക്കാം. ഒരു പ്ലാന്റിൻ്റെ, ഇമാജിൻ ദിസ് ഈസ് എ പ്ലാന്റിൻ്റെ ഒരു സ്റ്റെം ആണെന്ന് വിചാരിച്ചോ. ഇതൊരു പ്ലാന്റിൻ്റെ സ്റ്റെം ആണെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കും. ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്ത് നിങ്ങൾക്കൊരു ഭാഗം കാണാൻ പറ്റും അല്ലേ? സ്റ്റെമ്മിൻ്റെ ആ ഒരു അറ്റത്തൊരു ഇവിടെ ഒരു ഭാഗം കാണാൻ പറ്റും. ആ ഭാഗത്തിനാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? അപ്പിക്കൽ മെറിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അപ്പിക്കൽ. കാരണം ഏറ്റവും മേലെയല്ലേ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വിളിക്കും? അപ്പിക്കൽ മെറിസ്റ്റം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിലെ പോർഷനെ നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഈ അപ്പിക്കൽ മെറിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഹൈലി ഡിവൈഡിങ് കേപ്പബിലിറ്റി ഉള്ള സെൽസ് ആയിരിക്കും. കാരണം ഇത് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാന്റ്. അപ്പോൾ ഏറ്റവും ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെല്ലുകളായിരിക്കും അവിടെ ഉണ്ടാവുക, ഈ പറഞ്ഞ എപ്പിക്കൽ മെറിസ്റ്റത്തിൽ ഉണ്ടാവുക. ഏറ്റവും യങ് സെല്ലായിരിക്കും, ഏറ്റവും ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സെല്ലുകളായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഭാഗത്ത് എന്തുണ്ടാവത്തില്ല, വൈറസുകളും സംഭവങ്ങളൊന്നും പൊതുവെ എന്ത് ചെയ്യില്ല, പോയിട്ട് എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇറ്റ് വിൽ ബി എന്താ പറയുക, ഇൻഫെക്റ്റഡ് ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി നോട്ട് ഇൻഫെക്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഭാഗം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് പ്ലാന്റ് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? സോ അതാണ് സിമ്പിളായിട്ടൊരു റിക്കവറി എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ സംഭവം തന്നെ ടിഷ്യൂ കൾച്ചർ ഇത്രയേ ഉള്ളൂ. ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞു. ഓക്കെ, ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട്, ഏതോ ഒരു പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റ് ഏന്ന് വിളിച്ചോ. വേറൊരു പ്ലാന്റ് ഉണ്ട്, ബി തന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ പ്ലാന്റിനെയും ബി എന്ന് പറഞ്ഞ പ്ലാന്റിനെയും നിങ്ങൾക്ക് ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കണം, സി. നിങ്ങളുടെ ഉദ്ദേശം അതാ. അതായത് വിചാരിക്കുക, നിങ്ങൾക്ക് ടൊമാറ്റോ ഉണ്ട്, ഓക്കെ, ടൊമാറ്റോ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ഉരുളക്കിഴങ്ങും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ടൊമാറ്റോനെയും പൊട്ടറ്റോനെയും ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കണം. പുതിയൊരു സാധനം ഉണ്ടാക്കണം. നിങ്ങൾ പേരിട്ടോ, പ്രശ്നമില്ല. ടൊമാറ്റോനെയും പൊട്ടറ്റോനെയും യൂസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു സാധനം ഉണ്ടാക്കണം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? എൻ്റെ ചോദ്യം. നിങ്ങളാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? ഇത്രയും കാലം പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ പല ചാപ്റ്റേഴ്സ് പഠിച്ചവരാണ്, ചിലപ്പോൾ ജെനറ്റിക്സ് പഠിച്ചവരായിരിക്കും. പോട്ടെ, ഒന്നും വേണ്ട. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിക്കോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചിക്കോ. അതിൽ ഞാൻ പറഞ്ഞു നിൽക്കുമോ, ഒരു പ്ലാന്റ് ഞാൻ ഈ സൈഡിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പ്ലാന്റ് എ, ഒരു പ്ലാന്റ് ബി, രണ്ട് മാങ്ങാമരാണ്, എക്ക് ഈൽഡ് ഉണ്ട്, കഥ ഓർമ്മയുണ്ടോ? ഹൈബ്രിഡ് ഉണ്ടാക്കി സി, ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിച്ചു. ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു തന്നു. ഓക്കെ, ഇപ്പോൾ ഓർമ്മ വന്നോ? അപ്പോൾ ഇങ്ങനൊരു സംഭവം എന്തുണ്ട്, ഇങ്ങനൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് റോങ്. ഹൈബ്രിഡൈസേഷൻ നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷേ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങൾ? ഒന്നാമത് ഒരുപാട് സ്ഥലം അല്ലേ. കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു പ്ലാന്റ് എടുക്കണം, അടുത്ത പ്ലാന്റ് എടുക്കണം, അതിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കണം, പുതിയ പ്ലാന്റ് ഉണ്ടാക്കണം, പുതിയ പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്യണം. കുറേ പണിയാണ്. അതിൻ്റെ ജനറേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കുറേ സമയം ചിലവാകും, കുറേ പൈസ ചിലവാകും, കുറേ സ്ഥലം വേണം, കുറേ പ്രശ്നമുണ്ട് ഹൈബ്രിഡൈസേഷന്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അല്ലാതെ, ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ആ ഒരു ടെക്നിക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഇങ്ങനെ രണ്ട് പ്ലാന്റിനെ ക്രോസ് ചെയ്ത് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസിക്കൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദി ആൻസർ ഇസ് ഉണ്ട്.
എന്താണ് ആ ആൻസർ? അല്ല ഐ മീൻ എന്താണ് ആ മെത്തേഡ്? അത് പറയുന്നതിന് മുന്നേ ജസ്റ്റ് 3 ഫിഗേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. സംഭവം ഒന്നുമില്ല, ഈ ടിഷ്യൂ കൾച്ചർ വഴി റിക്കവറി ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഷുഗർ കെയിൻ, നമ്മളെ കരിമ്പ് എന്ന് പറയുന്നത്, പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ ബനാന, പിന്നെ നമ്മളെ പൊട്ടറ്റോ. അപ്പോൾ ഈ 3 ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരത്തെ പറഞ്ഞ റിക്കവറി അല്ലേ, ഒരു പീസ് എടുത്തിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു റിക്കവറി പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഏകദേശം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് അതായിരുന്നില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം, എൻ്റെ ചോദ്യം അതായിരുന്നു, നമുക്ക് വേറെ ഏതെങ്കിലും ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് 2 പ്ലാന്റ്സിനെ ഫ്യൂസ് ചെയ്തിട്ട് 3ാമത്തെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ആൻഡ് ഇൻഫാക്ട് ദി ഐഡിയ ഈസ് പറ്റും. എങ്ങനെ ചെയ്യാം നമ്മളത്? എങ്ങനെ ചെയ്യാം? നമ്മളൊരു പ്ലാനിൽ നിന്ന് എ എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്, ബി എന്ന് പറഞ്ഞ പ്ലാനിൽ നിന്ന് ഉണ്ട്. എയിൽ നിന്ന് ഒരു സെൽ എടുക്കുന്നു, സെൽ എ എന്ന് വിളിക്കാം. ബിയിൽ നിന്ന് ഒരു സെൽ എടുക്കുന്നു, സെൽ ബി എന്ന് വിളിക്കാം. ഈ സെല്ലുകൾക്ക് സ്വാഭാവികമായിട്ടും സെൽ വാൾ ഉണ്ടാവും. പ്ലാന്റ് ആണല്ലോ, സെൽ വാൾ ഉണ്ടാവുമല്ലോ. ആനിമൽ അല്ല, പ്ലാന്റ് ആണ്. പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ പിടിച്ചല്ലേ, സെൽ വാൾ ഇല്ലേ? സെൽ വാൾ ഉണ്ട്. അപ്പോൾ സെൽ വാൾ ഉണ്ടാവും. പൊതുവേ നമുക്ക് മതിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? മതിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാനും, അതിപ്പോൾ എന്തായാലും നമ്മൾ ഇമോഷണലി ആയാലും, നമ്മൾ ഇപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ മതിലുകൾ ഉണ്ടെങ്കിൽ, അത് ഫിസിക്കൽ ബാരിയേഴ്സ് ആവണമെന്നില്ല അല്ലേ, എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വഴി എന്തെങ്കിലും ഒരു ബാരിയർ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ബോണ്ട് പഴയ പോലെ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ മതിലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഫ്യൂസിങ് പറ്റത്തില്ല. ഓക്കെ, എന്ത് ബാരിയറും ആയിക്കോട്ടെ, ബാരിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സെല്ലുകളെ ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽ വാൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽ വാൾ ഒഴിവായി കളയും. സെൽ വാൾ എടുത്ത് കളഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ന്യൂക്ലിയസോ സെല്ലോ? സെല്ലാണ്. പക്ഷെ സെല്ലിൻ്റെ ഔട്ടർ കവറിംഗ് എന്താ പറയുക? പ്ലാസ്മ മെംബ്രെയിൻ. ഓർമ്മയില്ലേ? അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. സെൽ വാൾ എടുത്ത് കളഞ്ഞാൽ സെൽ വാളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, അത്ര പ്രശ്നക്കാരനൊന്നല്ല. ഒരു സെമി ഫ്ലൂയിഡ് അല്ല, സെമി കണ്ടക്റ്റീവ് ഒക്കെയാണ്, വലിയ പ്രശ്നക്കാരനൊന്നല്ല. നമുക്ക് ഫ്യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഒരു വലിയ ബാരിയർ ഒന്നല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സെൽ വാൾ എടുത്തു കളഞ്ഞതിന് ശേഷം 2 സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടോ ഒരു സി സെല്ല് കിട്ടി. എ സെൽ ഉണ്ടായിരുന്നു, ബി സെൽ ഉണ്ടായിരുന്നു, 2നെയും കൂടെ ഫ്യൂസ് ചെയ്ത് നമുക്ക് സി സെല്ല് കിട്ടി. ഈ സി സെല്ലിൻ്റെ പ്രത്യേകത എന്താ? സി സെല്ലിന് എ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ബി സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇല്ലേ? അത് 2 ഫ്യൂസ് ചെയ്തിട്ടല്ലേ സി സെൽ ഉണ്ടായത്. അപ്പോൾ 2ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ലേ? ഇനി ഈ സി സെല്ലിൽ നിന്ന്, ഓക്കെ, ഞാൻ പറഞ്ഞു ടിഷ്യൂ കൾച്ചർ വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലോ എക്സ്പ്ലാന്റോ മതി പുതിയ പ്ലാൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സെല്ലിനെ കൾട്ടിവേറ്റ് ചെയ്ത് ടിഷ്യൂ കൾച്ചർ വഴി നമുക്കൊരു പുതിയ പ്ലാൻ ഉണ്ടായിക്കൂടെ? അങ്ങനെയാണ സമയത്ത് എ പ്ലാന്റും ബി പ്ലാന്റും ഫ്യൂസ് ചെയ്ത ഒരു പുതിയ പ്ലാൻ ഉണ്ടായില്ലേ? ആ മുഴുവനായ പ്ലാന്റിനെ ഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു സെല്ല് മതി. എന്ത് മതി? ഒരു സെല്ല് മതി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷൻ ചെയ്യാം. അതാണ് ഈ സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നോട്ട്സ് പോലെയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. ഓക്കെ, ഈ എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതി തന്നെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടും കാര്യമില്ല, നമുക്ക് എക്സാം എഴുതാൻ പറ്റണമല്ലോ. വാക്കുകൾ വേണം എഴുതണമെങ്കിൽ വേർഡ്സ് വേണം. സ്വന്തമായിട്ട് എഴുതാൻ അറിയത്തില്ലെങ്കിൽ, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഫർ തന്നെ ചെയ്യണം. ഓക്കെ, അതൊരു തെറ്റുമില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ ടിഷ്യൂ കൾച്ചറൊക്കെ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും സയനിസ്റ്റുകൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ സിംഗിൾ സെല്ലുകൾ എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തു. പ്ലാന്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൽ വാളുകൾ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു, സെൽ വാളുകൾ ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി എന്താ ഉണ്ടാവുക? പ്രോട്ടോപ്ലാസ്റ്റുകളാണ് ഉണ്ടാവുക. നെയ്ക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാൽ സെൽ വാൾ ഇല്ലാത്ത പ്രോട്ടോപ്ലാസ്റ്റ് അല്ലേ? സെൽ വാൾ ഇല്ലാത്ത പ്രോട്ടോപ്ലാസ്റ്റ് എന്നാൽ ന്യൂക്ലിയസും സെല്ലും രണ്ടും കൂടി നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക? ഉണ്ടാവുക ബാക്കി. അപ്പോൾ ആ പ്രോട്ടോപ്ലാസ്റ്റ് ഒബ്വിയസ്ലി പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും പിന്നെ ചുറ്റിയിരിക്കുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റുകളെ രണ്ട് ഡിഫറെൻറ്റ് ചെടികളിൽ നിന്ന് എടുത്ത ഈ പ്രോട്ടോപ്ലാസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ എടുക്കുന്ന വെറൈറ്റീസിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി എ, അതേപോലെ ഒരു വെറൈറ്റി ബി ആണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരു വെറൈറ്റി എയും ഒരു വെറൈറ്റി ബിയും ആണ് എടുക്കുന്നത്. പക്ഷേ ഈ എടുക്കുന്ന വെറൈറ്റീസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കണം? ആ വെറൈറ്റീസ് നല്ല വെറൈറ്റീസ് ആയിരിക്കണം. നമുക്ക് വേണ്ട വെറൈറ്റിയിലെ നമ്മൾ എടുക്കുക. തോന്നിയ പോലെ ഏതെങ്കിലും പ്ലാൻ എടുത്തിട്ട് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുമോ? ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അപ്പോൾ തോന്നിയ പോലെ ഏതെങ്കിലും പ്ലാൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വേണ്ട വെറൈറ്റി വേണം എടുക്കാൻ. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വെറൈറ്റി വേണം എടുക്കാൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ്, ഡിസൈറബിൾ ക്യാരക്ടർ ഉള്ള വെറൈറ്റീസ് നമ്മൾ എടുക്കും. ഓക്കെ, എടുക്കും. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് എന്താ ഉണ്ടാക്കുക? ആസ് റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റുകൾ. എ എന്ന് പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റും ബി എന്ന് പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? പുതിയ സി എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടി. ഈ പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നു.
പ്രശ്നമുണ്ടോ? ഇതുവരെ പ്രശ്നമില്ലല്ലോ, ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റിന്റെ ടിഷ്യൂ കൾച്ചറോ മൈക്രോ പ്രൊപ്പഗേഷനോ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ നമ്മളൊരു പേര് വിളിക്കും. ഓഫ് കോഴ്സ് ഞാൻ പിന്നെയും പറയാണ്, വീണ്ടും പറയാണ്, പേരിടണം. ഓക്കെ, പേരിട്ടിട്ടേ ഉള്ളൂ ബാക്കി. അപ്പോൾ എന്താ നമ്മൾ പേര് വിളിക്കുക? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ കിട്ടുന്ന പ്ലാന്റുകൾ നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്ന് വിളിക്കും. പ്രോസസ്സിനെ വി കോൾ ഇറ്റ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സിമ്പിൾ ആണോ? സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് പഠിച്ചു? ഇപ്പം എന്താ പഠിച്ചത്? പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ വഴി എങ്ങനെയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് പഠിച്ചു. അല്ലെങ്കിൽ ഇൻ 1 വേർഡ് പറയുകയാണെങ്കിൽ, 1 വേർഡ് അല്ല, 2 in 2 വേർഡ്സ് പറയുകയാണെങ്കിൽ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. 2 വാക്കുകളാണല്ലോ അല്ലേ? അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. ഒരു ഇമേജ് കാണിച്ചു തരാം. ഇമേജ് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? ബേസിക്കലി ഒരു പ്ലാന്റ് സെൽ ഉണ്ട് അല്ലേ, മറ്റൊരു പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിവേസ് ഒരു പാരന്റ് എ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, ഒരു പാരന്റ് ബി പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ബി ഉണ്ട്. ഓക്കെ, ഇത് സെൽ വാൾ ഇല്ലാത്ത ഒരു പ്രോട്ടോപ്ലാസ്റ്റ് ആണ്, സെൽ വാൾ ഇല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഫ്യൂസ് ചെയ്യുന്നു. ഒരുപാട് മീഡിയം ഒക്കെ ഉണ്ട് കേട്ടോ, പെഗ് മീഡിയം എന്നൊക്കെ പറയുന്ന മീഡിയത്തിലൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസിൽ നമുക്ക് എന്ത് കിട്ടും? സെൽഫ് ഇതാ കണ്ടോ, ഇവർ ഫ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഫ്യൂസ് ചെയ്ത് നമുക്ക് ഒരൊറ്റ സെല്ല് കിട്ടി. അത് കഴിഞ്ഞ് ഈ സെല്ലാണ് അപ്പോൾ ഫ്യൂസ് ചെയ്തത്. പിന്നെ ഈ ന്യൂക്ലിയസ് നമ്മൾ ഫ്യൂസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ല് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒരു ഡയഗ്രമാറ്റിക് ഫിഗർ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എഴുതുമ്പം ഈ ഫിഗർ അവിടെ വരച്ചു വെച്ചോ എക്സാം പേപ്പറിൽ. നഷ്ടം എന്തെങ്കിലും ഉണ്ടോ? ഇത് വരയ്ക്കാൻ എന്തെങ്കിലും ഡ്രോയിങ് ക്ലാസ്സിന് പോകണോ? വേണ്ട ഗൈസ്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വരച്ചാൽ ഈ ലോകത്ത് ആർക്കും വരയ്ക്കാം. കാരണം എന്താ? ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ മനസ്സിലാവും. ആദ്യം ഒരു എ എന്ന് പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റ് ഒരു ന്യൂക്ലിയസ് ഇട്ട് കൊടുക്കുക, എ എന്ന് പേരിടുക. ഓക്കെ, പിന്നെ ബി എന്ന് പറഞ്ഞൊരു പ്രോട്ടോപ്ലാസ്റ്റ്, ബി എന്ന് പേരിടുക. ഓക്കെ, ഇത്രയും ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ? ഇല്ല. ഇതിങ്ങനെ ഒരു പ്ലസ് സൈൻ ഇട്ടെടുത്തോ? പ്രശ്നമില്ല. ഒരു ഏറോ മാർക്ക് ഇടുക. ഒരു ഏറോ മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക? താഴെ വേറൊന്ന് വരച്ചു കൊടുക്കുക. എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. എന്നുവെച്ചാൽ ഇവിടെ ന്യൂക്ലിയസ് പറഞ്ഞു കൊടുക്കുക. എന്നുവെച്ചാൽ വേണം ഇവിടെ എഴുതി കൊടുക്കുക, സെൽ ഫ്യൂഷൻ എന്ന് എഴുതി കൊടുക്കുക. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു സെല്ലാക്കും, 2 ന്യൂക്ലിയസ് ഇട്ട് കൊടുക്കും. കാരണം ഈ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ലല്ലോ, സെല്ലല്ലേ ഫ്യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ഇതൊരു സെല്ലാക്കും, ഒരു ന്യൂക്ലിയസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ ചക്ക പോലെ സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് എഴുതി വയ്ക്കാം. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. ഡ്രോയിങ് ക്ലാസ്സിന് പോകണോ? ഡ്രോയിങ് ക്ലാസ്സിന് പോകണ്ട. എക്സാമിന് വരച്ചൂടെ? വരയ്ക്കാം. സോ വരയ്ക്കണം കേട്ടോ. പിക്ചേഴ്സൊക്കെ മാക്സിമം വരയ്ക്കാം. നിങ്ങൾ പേപ്പർ കണ്ടാൽ ടീച്ചർ എന്ത് ചെയ്യണം? ഞെട്ടണം. എക്സാമിന് എന്ത് ചെയ്യണം? ഞെട്ടണം. കലാകാരൻ്റെ പേപ്പറാണെന്ന് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇന്ന് കരുതി ലാസ്റ്റ് വരച്ച് ഇരുന്നിട്ട് ബാക്കി ആൻസേഴ്സ് എഴുതാൻ സമയമില്ലാത്ത സിറ്റുവേഷൻ ഒന്നും എത്തിക്കരുത്. വേഗം വരയ്ക്കുക, പെൻസിൽ എടുക്കുക, ടക്ക് എന്ന് വരയ്ക്കുക പോവുക. ഓക്കെ, എക്സാം ഒക്കെ എഴുതുന്നതെന്ന് പറയുന്നത് ഒരു എന്താണ്? കലയാണ്. ഓക്കെ, എക്സാം എഴുതുന്നതെന്ന് കലയാണ്. കാരണം നിങ്ങൾ അന്ന് രാവിലെ എണീക്കുന്നു അല്ലേ? ടെൻഷൻ അമ്മോ ടെൻഷൻ. പഠിച്ചിട്ടില്ല, പഠിച്ചാലും ടെൻഷനാ, പഠിച്ചില്ലെങ്കിലും ടെൻഷനാ, എന്തായാലും ടെൻഷനാ. ഇനിയിപ്പോൾ ഒന്നും പഠിക്കാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, എല്ലാം പഠിച്ചതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ പൊതുവേ നടുവിലാണല്ലോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പെടുക. കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, കുറച്ചായിട്ട് അറിയുണ്ടാവില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, നല്ല മാർക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എന്ത് ചിന്തിച്ചാലും ടെൻഷൻ ഉണ്ടാവില്ലേ? ആ ടെൻഷൻ നിങ്ങൾ ആ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്നു, ചുറ്റുള്ളവരൊക്കെ ഉണ്ടാവും. എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും, അപ്പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു പഠിപ്പിരിക്കുന്നുണ്ടാവും, ഇങ്ങനെ എഴുതുന്നുണ്ടാവും ഇരുന്നിട്ട്. ടെൻഷനാവും, എൻ്റെ അമ്മോ ഇവർ ഇത്രയൊക്കെ എഴുതുന്നുണ്ട്, എനിക്കൊന്നും എഴുതാൻ കിട്ടുന്നില്ലല്ലോ, ടെൻഷനായി. അങ്ങനെ പല ടെൻഷൻസ്. ഓക്കെ, പല ടെൻഷൻസിൻ്റെ ഇടയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ 1 കൊല്ലം കൊണ്ട് പഠിച്ച സാധനം അതിനകത്ത് കൊണ്ടുപോയി എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എഴുതാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സുഖമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന 5 ടോപ്പിക്ക് എഴുതി വെച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ സുഖമായിരുന്നു. പക്ഷെ അത് അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, അവരുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ചോദ്യം ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യണം അല്ലേ? നമ്മളെ ഇഷ്ടത്തിന് ആൻസർ ചെയ്യുന്നു, അവരുടെ ഇഷ്ടത്തിന് ചോദ്യം ചോദിക്കും. അങ്ങനെയല്ലല്ലോ, അവർ ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്, എന്നാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 കൊല്ലം കൊണ്ട് പഠിച്ച സാധനം അവർ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ചോദിച്ച രീതിയിൽ ചോദിച്ച മാർക്കിന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ്? ഒരു കലയാണ്. അപ്പോൾ ആ കല നിങ്ങൾ എങ്ങനെയാണ് ഏതൊരു കലയാണെങ്കിലും നിങ്ങളതെങ്ങനെയാണ് മാസ്റ്റർ ചെയ്യുക? പ്രാക്ടീസ്. സിംപ്ലി പറയുകയാണെങ്കിൽ പ്രാക്ടീസ്. നിങ്ങളെ കൊണ്ട് ആദ്യം നിങ്ങൾ എഴുതുന്ന എക്സാം ബോർഡ് എക്സാം ആണോ? അല്ല, ഒരിക്കലല്ല. നിങ്ങൾക്കൂടെ അതിന് മുന്നേ ഒരു 10 ക്ലാസ് ടെസ്റ്റ് എഴുതിപ്പിച്ചിട്ടുണ്ടാവും. മോഡൽ എഴുതിക്കും. ക്ലാസ് ടെസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ മോഡൽ എഴുതല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എക്സാം എഴുതുക. ടീച്ചേഴ്സ് വേണ്ട നിങ്ങൾക്ക് എക്സാം ഇടാൻ, നിങ്ങൾ മതി നിങ്ങൾക്ക് എക്സാം ഇടാൻ. ഓരോ ചാപ്റ്റർ കഴിയൂലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ക്വസ്റ്റ്യൻസ് മാത്രം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇരുന്ന് എഴുതിക്കോ. 2 മാർക്സിൻ്റെ കിട്ടും, 5 മാർക്സിന് കിട്ടും, 10 മാർക്സിന് കിട്ടും. നിങ്ങൾക്ക് എത്ര മാർക്കാണോ വേണ്ടത്? 1 മാർക്സിൻ്റെ എല്ലാ മാർക്കിനും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടും. അത് എടുക്കുക, എഴുതുക. എക്സാം ആയില്ലേ, 1 hour ടൈം കൊടുക്കുക.
ഗൈസ് അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും എന്ത് ചെയ്യാം, മാസ്റ്റർ ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രാക്ടീസ് മേക്സ് മാൻ ബെറ്റർ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിവേസ്, നിങ്ങളിഷ്ടം. മൂവിങ് ടു ആർ ടോപ്പിക്, ഈ പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ അല്ലെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി നമ്മൾ ഒരുപാട് പ്ലാന്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട്. അതിന് വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടറ്റോയും ടൊമാറ്റോയും ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ പൊട്ടറ്റോൻ്റെയും ടൊമാറ്റോൻ്റെയും കുട്ടി. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ ഫ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് ബേസിക്കലി ഇറ്റ് ലുക്സ് ലൈക്ക് പൊട്ടറ്റോ ബട്ട് ഇറ്റ്സ് എ ടൊമാറ്റോ അല്ലേ. അപ്പോൾ പൊട്ടറ്റോനെയും ടൊമാറ്റോനെയും ഫ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു പുതിയ സൊമാറ്റിക് ഹൈബ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, മൂവിങ് ഓൺ നമ്മൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ടിഷ്യൂ കൾച്ചർ, അതേപോലത്തെ ആ ഒരു സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ആ ഒരു ഭാഗം കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ അഗ്രികൾച്ചറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോടെക്നോളജീനെ അഗ്രികൾച്ചറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, പുതിയ വെറൈറ്റീസ് എടുക്കാനും ഇത് ഫ്യൂസ് ചെയ്യിപ്പിക്കാനും ഉണ്ടാക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത എൻ്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ്. എൻ്റെ ചോദ്യം എന്താ? ജെനറ്റിക്സ് എന്താണെന്ന് അറിയില്ലേ? ജെനറ്റിക്സ് പഠിച്ചവരാണോ നിങ്ങൾ ആക്ച്വലി പഠിച്ചവരായിരിക്കണം. കാരണം ജെനറ്റിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ജീനുകളുടെ സ്റ്റഡി അല്ലെ, ജീനുകളിൽ ആൾട്രേഷൻ, ജീനുകളിൽ എങ്ങനെ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ജീനുകളിൽ മാറ്റം വരുത്തി നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ നമ്മുടെ ഉപയോഗത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ബയോടെക്നോളജി, ജെനറ്റിക്സ്, ഇതിനൊക്കെ എങ്ങനെ നമ്മുടെ ഉപയോഗത്തിന് കൊണ്ടുവരാം? ഓക്കെ, നമുക്ക് ജെനറ്റിക്സിൽ അറിയാവുന്ന കാര്യങ്ങൾ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ? അവരെ ഈൽഡ് കൂട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഫാർമേഴ്സിനെ കൊണ്ട് ജെനറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഫാമേഴ്സിൻ്റെ ജോലി എന്താണ്? കൾട്ടിവേഷനാണ്. അവരത് ചെയ്യണം. അതുകൊണ്ട് ജെനറ്റിക്സ് പഠിപ്പിക്കരുത്. അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യണം. അവരെ ജോലി ഫാമിംഗ് ആണ്, അഗ്രികൾച്ചർ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ജോലിയാണ് അല്ലേ. നമുക്കൊന്ന് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് പറ്റുമോ ഒരു പാടത്തിറങ്ങി കൃഷി ചെയ്യാൻ? പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഭയങ്കര വാല്യൂ ഉള്ള അല്ലേ. നമ്മളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒരു പ്ലേറ്റിൽ നമുക്ക് ഫുഡ് എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര കർഷകരുടെ ബുദ്ധിമുട്ടുണ്ട്, എത്ര കർഷകരുടെ കണ്ണീരുണ്ട്, എത്ര കർഷകരുടെ വേർപ്പുണ്ട്, എത്ര കർഷകരുടെ ചോരയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. റൈറ്റ്. അപ്പോൾ അങ്ങനെ കർഷകർ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മുന്നിൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ മുന്നിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കർഷകർക്ക് വേണ്ടി നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ അവരെ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ പ്രൊഡക്ഷൻ കൂട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കർത്തവ്യമല്ലേ. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യും? ജെനറ്റിക്സിലുള്ള അറിവ് നമ്മളെങ്ങനെ കർഷകർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മളെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ആണ് നോക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം എന്ന് വെച്ചൊരു ടോപ്പിക്കായിരുന്നു ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അഗ്രോ കെമിക്കൽസ് അങ്ങനെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്, എക്കണോമിക്കലി എൻവയോൺമെന്റലി ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ GMOs യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. എന്താ അത്? പ്ലാന്റ്സ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗൈ ആവാം, ആനിമൽസ് ആവാം, ഇതൊക്കെ ആവാം. അതുകൊണ്ട് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത് ഓർഗാനിസംസ് എന്നുള്ള ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗൈ ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരുടെ ജീനുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ആൾട്ടറിങ്, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ, നമ്മൾ അവരെ GMOs എന്നാണ് വിളിക്കുക. ഓക്കെ, ഹൂസ് ജീൻസ് ഹാവ് ആൾട്ടേർഡ്. ഈ ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. എന്താ വേർഡ്? ആൾട്ടേർഡ്. അവരുടെ ജീൻസ് ആർ altered by manipulation are called genetically modified organisms. ഓക്കെ, ഇവർ പല രീതിയിൽ യൂസ്ഫുൾ ആണ്. ഒരുപാട് നമുക്ക് യൂസസ് എന്തുണ്ട് ഈ പറഞ്ഞ GMOsനെ കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിവിടെ കാണുന്നത് എന്താ? അരി അല്ലേ, ബേസിക്കലി റൈസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഒന്ന് വെള്ളരി, ഒന്ന് മഞ്ഞരി. എന്താ വെള്ളരി മഞ്ഞരി നോക്കാം നമുക്ക്. എന്താണ് ഗോൾഡൻ റൈസ്, എന്താണ് നോർമൽ റൈസ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഗോൾഡൻ റൈസ് എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? കോൺ അല്ലേ, ചോളമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വൈകുന്നേരമൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട്, ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് കടയിലും ചോളം ഉണ്ട് അല്ലേ. പണ്ടൊന്നും ഞാൻ ചെറുതായ സമയത്ത്, ഇനിയിപ്പോൾ ഞാൻ കാണാനാണെന്ന് അറിയത്തില്ല കേട്ടോ, ചോളമൊന്നും അങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഏതൊരു ഫ്രൂട്ട്സ് കടയിൽ പോയാലും പൊതുവേ ചോളം എന്ന് പറയുന്ന സാധനം ഇപ്പം വൈഡ്ലി അവൈലബിൾ ആണ്. എനിവേസ്, എന്നിട്ടിങ്ങനെ വേവിച്ചിട്ട് അല്ലേ, ചിലപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ ബീച്ചിലൊക്കെ ഉണ്ട് അല്ലേ. കോഴിക്കോട്ടേക്ക് പോരും, കോഴിക്കോട് ബീച്ചിലൊക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ ചോളം നല്ല മസാല ഇട്ടിട്ട് സ്വീറ്റ് കോൺ. എനിവേസ്, നമ്മുടെ ടോപ്പിക് അതല്ല. നമ്മുടെ ടോപ്പിക് എന്താണ്? ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അപ്പോൾ ഈ ജെനറ്റിക്സിൻ്റെ നോളേജ് നമുക്ക് അഗ്രികൾച്ചറിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ലക്ഷ്യം? ഓക്കെ, നമ്മുടെ മെയിൻ
എയിംസ് എന്തൊക്കെയാണ്, ഒരു പരിപാടി ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിയണം. പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും അത് എന്തിനാ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്ത് എപ്പോഴും ബെറ്റർ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വൈ ആർ വി മേക്കിംഗ് ദം? എന്തിനാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നത്? എന്താണ് നമ്മുടെ ആവശ്യം, എന്താണ് അറിയണ്ടേ? നോക്കാം. ഫസ്റ്റ് ആവശ്യം, മേക്ക് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. എന്താണ് വേർഡ് പഠിക്കണം കേട്ടോ, അബയോട്ടിക് സ്ട്രെസ്. അബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. നമുക്കങ്ങനെ തന്നെയാണല്ലോ, എന്തെല്ലാം സ്ട്രെസ്സുകളാണ്. എനിവേസ് എന്താണ്, അതാണ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് പല രീതിയിലുണ്ട്, അബയോട്ടിക് ഉണ്ട്, ബയോട്ടിക് ഉണ്ട്. എന്താ നോക്കിയാലോ, അബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തണുപ്പ് നല്ലോണം കൂടി മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങിയാൽ പല പ്ലാന്റിനും എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്റാർട്ടിക്കയിലൊക്കെ ട്രോപ്പിക്കൽ ഇവിടെയുള്ള മാവും തെങ്ങൊക്കെ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, അത്രയും തണുപ്പിൽ ഈ പ്ലാന്റ്സിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തണുപ്പ് എന്താണ് ഒരു പ്രശ്നമാണ്. വരൾച്ച, ഡ്രോട്ട് ഒരു പ്രശ്നമല്ലേ? കാരണം പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ, ചില പ്ലാന്റ്സിന് ഒരുപാട് എമൗണ്ട് ഓഫ് വെള്ളം വേണ്ടി വരും. വരൾച്ച വന്നാൽ പ്ലാന്റ് എന്ത് ചെയ്യും, ഉണങ്ങി നശിച്ചു പോകും. അതേപോലെ നേരത്തെ പറഞ്ഞു സലിനിറ്റി അല്ലെങ്കിൽ ഉപ്പ്, ഉപ്പിൻ്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സലിനിറ്റി കണ്ടന്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപ്പ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നമ്മൾ അടുക്കളയിലുള്ള ഉപ്പല്ല, സോൾട്ട്സ് ഇൻ ജനറൽ, കെമിക്കൽ സോൾട്ട്സ് ഇൻ ജനറൽ. സോയിലിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. ഹീറ്റ്, ചൂട്, ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ പലതരത്തിലുള്ള ജീവനില്ലാത്ത, ഇതിനൊക്കെ ജീവനുണ്ടോ? വരൾച്ചയ്ക്ക് ജീവനുണ്ടോ? ഉപ്പിന് ജീവനുണ്ടോ? ഒന്നിനും ജീവനില്ല. ജീവനില്ലാത്ത സ്ട്രെസ്സുകൾ പ്ലാന്റിന് ഉണ്ടാവാം. അതാണ് നമ്മൾ എന്ത് പറയുന്നത് അബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റിന് ഇതൊന്നും വരാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. വരൾച്ച വന്നേക്കാം, ക്ലൈമറ്റ് ചേഞ്ച്, യെസ്, കാലാവസ്ഥ വ്യതിയാനം അല്ലേ, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്, ഫിനോമിനൻ ബേസിക്കലി പറയുകയാണെങ്കിൽ. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്, അപ്പോൾ ചൂട് കൂടുന്നുണ്ട്, ചൂട് കുറയുന്നുണ്ട്. പല എക്സ്ട്രീം ക്ലൈമറ്റ്സിലേക്ക്, ഒരു ട്രോപ്പിക്കൽ റീജിയൻ തന്നെ എക്സ്ട്രീം ക്ലൈമറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് ഇതൊന്നും വരണ്ട. പ്രകൃതിയോട് വിളിച്ചിട്ട് ഹലോ സോറി പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പം നമ്മളെ ഒരൊറ്റ വഴിയുള്ളൂ, ഇങ്ങനത്തെ കണ്ടീഷൻ വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, റെഡി ആവുക. ഈ ഒരൊറ്റ ചോയ്സേ നമ്മുടെ സൈഡിലുള്ളൂ, നമുക്ക് ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യും? എങ്ങനെയാണ് നമ്മളങ്ങനെ ചെയ്യുക? ഈ പറഞ്ഞ പോലെ എന്താ, പ്ലാന്റുകളെ അബയോട്ടിക് സ്ട്രെസ്സിനോട് ടോളറൻ്റ് ആക്കുക. അതെങ്ങനെ ചെയ്യും? ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി ചെയ്യും. ഓക്കെ. അതേപോലെ വേറെ എന്താ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഓക്കെ, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പകരം പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പുകൾ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് പഠിക്കാനുണ്ട്. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്സ് എന്താ ഉദ്ദേശിക്കുന്നത്? പെസ്റ്റിസൈഡ്സ് എന്തിനാണ് അടിക്കുന്നത്? പെസ്റ്റുകൾക്കെതിരെ അല്ലേ. ക്രോപ്പിന് അല്ലെങ്കിൽ ഒരു ചെടീനെ വന്ന് പെസ്റ്റുകൾ, മണ്ണിലുമൊക്കെ ഉള്ള പെസ്റ്റുകൾ വന്നിട്ട് എന്താ പറയുക ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത്. പെസ്റ്റിസൈഡ്സിന് ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. അപ്പോൾ ആ ക്രോപ്പിനെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആക്കിയാൽ പോരെ? ഇവിടെ ക്രോപ്പിനെ അങ്ങ് റെസിസ്റ്റൻ്റ് ആക്കി കളഞ്ഞാൽ പോരെ? എന്നാൽ പിന്നെ പെസ്റ്റ് ഉണ്ടെങ്കിലും ക്രോപ്പിന് ബാധിക്കുമോ? ഇല്ല. അപ്പോൾ അതൊരു വഴിയാണ്. അപ്പോൾ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ഈ പറഞ്ഞ ക്രോപ്പുകളെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അടുത്തത് എങ്ങനെയാണ്? ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. എന്താ ഉദ്ദേശിച്ചത്? ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്ത് നമ്മൾ കൃഷിയൊക്കെ നടത്തി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ഇതെല്ലാം വിളയെടുത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പലതരത്തിലുള്ള പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഉണ്ടാവും. അത് ഹാർവെസ്റ്റിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കൊണ്ടാണെങ്കിലും ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഇത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം തന്നെ എല്ലാം എടുത്ത് വാരി തിന്നാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കാലഘട്ടം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇത് കേടായി പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ബയോടെക്നോളജി വഴി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്തെന്താ? ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്ന മിനറൽസ് ചെറിയ എമൗണ്ട് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ വേണ്ട എമൗണ്ട് വലിച്ചെടുക്കുക, വലിച്ചെടുത്ത എമൗണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണം എന്താ? നമ്മളെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഒരുപാട് കാലം എന്ത് ചെയ്യും? നിൽക്കും എന്നുള്ളതാണ്. നമ്മൾ എല്ലാ മിനറൽസും കൂടെ പ്ലാന്റ്സ് വലിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ സോയിലിൽ മിനറൽ കണ്ടന്റ് കുറഞ്ഞു പോകും എല്ലാം പ്ലാന്റ് വലിച്ചെടുത്താൽ. സോ വേണ്ടത് മാത്രം വലിച്ചെടുത്തത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമൊക്കെ നമുക്ക് പ്ലാന്റ്സിൽ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരും? ബയോടെക്നോളജി വഴി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാലുള്ള ഉപകാരം എന്താണ്? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറേ കാലത്തേക്ക് നിലനിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്തതെന്താ? എൻഹാൻസ്ഡ് ന്യൂട്രീഷൻ വാല്യൂ ഓഫ് ഫുഡ്. അതായത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാം.
അതായത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചോറിൽ സ്വാഭാവികമായിട്ടും കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചൊക്കെ ഉണ്ട്. അത് കൂടാതെ മറ്റ് നമുക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് ബയോടെക്നോളജി വഴി ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് ആണ്. എന്താണ് ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നേരത്തെ പിക്ചർ കാണിച്ചെന്നില്ലേ? ഇറ്റ് ഈസ് വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ്. അതായത് സാധാ റൈസ് പോലെ അല്ല ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസിൽ എന്തുണ്ട്? വിറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ എ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ ഗോൾഡൻ റൈസ് കൊടുത്താൽ മതി. അഫ്കോഴ്സ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കും, പക്ഷേ ടാബ്ലറ്റ്സും മെഡിസിൻസിനേക്കാളും ബെറ്റർ ആണ് എന്ത്? നമ്മളെ ഡയറ്റിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പലരുടെയും സ്റ്റേപ്പിൾ ഫുഡാണ് എന്തെന്ന് പറയുന്നത് റൈസ് എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് കൺട്രീസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ റൈസിൽ ഗോൾഡൻ റൈസ്, അതായത് വൈറ്റമിൻ എ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ റൈസ് വെക്കും, അത് കഴിച്ചാൽ മതി. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ എ നമ്മൾ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക? ബീറ്റാ കരോട്ടിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടുകളൊക്കെ വെച്ചാൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. സിംപ്ലി സെയിങ് ബയോടെക്നോളജി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഫിഷ്യൻസി എന്തായി കിട്ടും? സോൾവ് ആയി കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് കുറച്ച് നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ ജെനറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്, അല്ലെങ്കിൽ അതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗോൾഡൻ റൈസിൻ്റെ പിക്ചർ കാണിച്ചെന്നില്ല നിങ്ങൾ പറയണ്ട, ഇതാണ് ഗോൾഡൻ റൈസിൻ്റെ പിക്ചർ. ഓക്കെ, നിങ്ങൾ എൻ്റെ റൈറ്റിൽ കാണുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഗോൾഡൻ റൈസ് ഇൻ എ ജാർ, ലെഫ്റ്റിൽ കാണുന്നത് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലേ? ഇതാണ് നിങ്ങൾ യൂഷ്വലി കഴിക്കുന്ന, നമ്മളെല്ലാവരും യൂഷ്വലി കഴിക്കുന്ന വെള്ള അരിയാണിത്, അല്ലേ? വൈറ്റ് കളേർഡ്. ഇത് തന്നെ ഗോൾഡൻ റൈസ് ബീറ്റാ കരോട്ടിൻ്റെ പ്രസൻസിലുണ്ടാണ് ഇത് മഞ്ഞ കളറിലേക്ക് വരുന്നത്. ഓക്കെ, അത് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആണ്. ഏത് വൈറ്റമിനാന്ന് മറന്നു പോകരുത് കേട്ടോ. വൈറ്റമിൻ എ, ആ സാധനങ്ങൾ തലയിൽ കയറ്റിക്കുക. വൈറ്റമിൻ എ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? എൻറിച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടിയോ? ഇത്രയും സാധനം നിങ്ങളുടെ തലയിൽ കയറിയല്ലോ. അടുത്തത് എന്താ നമ്മൾ നോക്കാൻ പോണത്? BT കോട്ടൺ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾ എക്സാം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് BT പ്ലാന്റ്സ് എന്ന് പറയുന്നത്. BT പ്ലാന്റ്സ്, അതിൽ തന്നെ BT കോട്ടൺ മാത്രമല്ല, BT ബ്രിഞ്ചോൾ ഉണ്ട്. ഓക്കെ, പലതരത്തിലുള്ള BT പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് BT പ്ലാന്റ്സ്? ബയോടെക്നോളജി പ്ലാന്റ്സ് എന്നാ അല്ല കേട്ടോ, ബയോടെക്നോളജി പ്ലാന്റ്സ് എന്നല്ല. എന്താണ് BT കോട്ടൺ? എന്താണ് BTൻ്റെ ഫുൾ ഫോം? ഓക്കെ, എന്താണിത്? സംഭവം എന്താണ്? നോക്കണ്ടേ? നമുക്ക് നോക്കാം. ഞാൻ സിംപ്ലി പറഞ്ഞുതരാം. ഓക്കെ, ഈ കഥയൊക്കെ പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. കോട്ടൺ പ്ലാന്റ്സ് ഉണ്ട്. ഈ കോട്ടൺ പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അതിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസീസസ് ഒക്കെയാണ്, അല്ലേ? പെസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളുടെ അറ്റാക്ക്. ഓക്കെ, കോട്ടണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ച് ഇൻസെക്റ്റുകളുടെ അറ്റാക്കാണ്. ഇൻസെക്റ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യുക? അത് കഴിച്ചു കളയുക, അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ വന്നിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് കോട്ടൺ പ്ലാന്റുകളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല? കോട്ടൺ പ്ലാന്റ് കഴിക്കാൻ പാടില്ല. എന്താ നമ്മൾ ചെയ്യുക? ഇൻസെക്ടിസൈഡ്സ് അടിക്കാം, ഫൈൻ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ മെത്തേഡല്ല, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബയോടെക്നോളജിയാണ്. അപ്പോൾ ബയോടെക്നോളജി വഴി നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്ത് ചെയ്യാം? ഇൻസെക്റ്റിന് ഹാംഫുൾ ആയിട്ടുള്ള, ഇൻസെക്റ്റിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ പ്ലാന്റിൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇൻസെക്റ്റ് ഈ പ്ലാന്റിനെ കഴിച്ചാൽ ഇൻസെക്റ്റ് ചാവോ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചേ. ഇൻസെക്റ്റിന് ഹാനികരമായ സാധനം പ്ലാന്റിൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇൻസെക്റ്റ് പ്ലാന്റിനെ കഴിച്ചാൽ ഇൻസെക്റ്റ് ചാവോ ഇല്ലേ? ചത്തുപോകും. ഇൻസെക്റ്റ് ചത്തുപോകും. അങ്ങനെ ഇൻസെക്റ്റുകൾ ചാവുന്നുണ്ടെന്ന് കണ്ടാൽ വേറെ ഇൻസെക്റ്റ് വന്ന് പ്ലാന്റിനെ കഴിക്കുമോ? ഇല്ല. അതായത് ഫസ്റ്റ് ഒരു ഇൻസെക്റ്റ് പറയും, ഇടാ നീ പോയി കഴിക്കും. അവൻ പോയി കഴിക്കുന്നു, അവൻ ചാവുന്നു. പിന്നെ ഈ രണ്ടാമത്തെ ഇൻസെക്റ്റ് കഴിക്കാൻ പോവോ? ഇല്ല. ഓക്കെ, കഴിക്കാൻ പോകത്തില്ല. ഇനിയിപ്പോൾ കഴിക്കാൻ പോയാലും ഒരു പീസ് അല്ലെങ്കിൽ ഒരു കഷ്ണം കഴിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? തട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മുടെ പ്ലാന്റിനകത്ത് ഇൻസെക്റ്റിന് ഹാനികരമായ എന്തെങ്കിലും ഒരു സാധനം പ്ലാന്റിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി, പ്ലാന്റിനകത്ത് കുത്തിക്കയറ്റിയാൽ മതി, ഫൈൻ. ഓക്കെ, പക്ഷെ നമ്മൾ ഇൻസെക്റ്റിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് പ്ലാന്റിനകത്ത് കയറ്റുമ്പം അത് പ്ലാന്റിന് ഹാനികരമായ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ചെയ്തതിനൊക്കെ? ഇല്ല. അപ്പോൾ പ്ലാന്റിനെ ബാധിക്കാനും പാടില്ല, ഇൻസെക്റ്റിനെ ബാധിക്കുകയും വേണം. അങ്ങനത്തെ ഒരു സാധനം വേണം പ്ലാന്റിനകത്ത് കുത്തിക്കയറ്റാൻ. ഇത്രയും സാധനം കിട്ടിയോ? ഇതാണ് നമ്മൾ BT കോട്ടണിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ BT പ്ലാന്റ്സ് അല്ലേ ഇൻ ജനറൽ നമ്മൾ ചെയ്യുന്നത്. എന്താ സംഭവം നോക്കട്ടെ. ഇനി നോക്കിയാലോ? ഐഡിയ കിട്ടിയില്ലേ? ഇനി നോക്കിയാലോ? സംഭവം ഇത്രയേ ഉള്ളൂ. BT എന്ന് പറഞ്ഞാൽ ബാസിലസ് തുറിയൻജെനസിസ് അല്ലെങ്കിൽ ബാസിലസ് തറിയൻജെനസിസ് എന്നൊക്കെ പറയും. ഓക്കെ, ബാസിലസ് തുറിയൻജെനസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് BT. ഓക്കെ, ഈ ബാസിലസ് തുറിയൻജെനസിസ് ബാക്ടീരിയൻ്റെ ചില സ്ട്രെയിനുകൾ, ബാക്ടീരിയയ്ക്ക് പല സ്ട്രെയിനുകൾ ഉണ്ടാവും, അല്ലേ? ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ്. എനിവേസ്, ബാസിലസ് തുറിയൻജെനസിസിൻ്റെ ചില സ്ട്രെയിനുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഒരു പ്രോട്ടീൻ ഉണ്ട്. ഒരു പ്രോട്ടീൻ ഉണ്ട്.
ഈ പ്രോട്ടീനിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇറ്റ് കിൽസ് സർട്ടൻ ഇൻസെക്ട്സ്. ചില ഇൻസെക്ട്സിന് എന്ത് ചെയ്യും? കില്ല് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ വേണമെങ്കിൽ ലെപ്പിഡോപ്റ്ററൻസ്. ഓക്കെ, ഇൻസെക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ലെപ്പിഡോപ്റ്ററൻസ്. അതേപോലെ വേറെയും ഇൻസെക്ട് ഉണ്ട്, കോളിയോപ്റ്ററൻസ് അല്ലെങ്കിൽ ഡിപ്റ്ററൻസ്. ഓക്കെ, ഇത് ഇൻസെക്ട്സിൻ്റെ ജീനസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഡിപ്റ്ററൻസ് ഡി, ഓക്കെ, ലെപ്പിഡോപ്റ്ററൻസ്, അതേപോലെ കോളിയോപ്റ്ററൻസ് അല്ലെ, DCL. ഡിപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ്, അതേപോലെ തന്നെ ലെപ്പിഡോപ്റ്ററൻസ്. ഓക്കെ, ഇങ്ങനെ 3 ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് അല്ലെ 3 ജനറ, 3 ക്ലാസ് ഓഫ് ഇൻസെക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പ്രോട്ടീനിനെ കില്ല് ചെയ്യാൻ പറ്റും. ഏത് പ്രോട്ടീനിന്? ബാസിലസ് തെറിയൻജെനിസിസിൻ്റെ ചില സ്ട്രെയിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന്. ഓക്കെ, മനസ്സിലായോ? ഈ പറഞ്ഞ ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ടൊബാക്കോ ബഡ് വേം, അതേപോലെ ആമി വേം ഒക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് വരിക. ഓക്കെ, അതേപോലെ ബീറ്റിൽസ് എവിടെയാണ് വരിക? നമ്മുടെ ബാൻഡ് അല്ല കേട്ടോ, ഇൻസെക്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ബീറ്റിൽസ് എവിടെയാണ് വരിക? കോളിയോപ്റ്ററൻസിലാണ് വരിക. അതേപോലെ ഫ്ലൈസ്, മോസ്കിറ്റോസ് ഒക്കെ എവിടെയാണ് വരിക? ഡിപ്റ്ററൻസിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഇൻസെക്റ്റുകൾക്ക് എതിരായിട്ട് ആരെ ഉപയോഗിക്കാം? നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ ഉപയോഗിക്കാം. ബാസിലസ് തെറിയൻജെനിസിസ് കിട്ടുന്ന പ്രോട്ടീനെ യൂസ് ചെയ്യാം എന്നുള്ള ഫാക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം. ആ ഫാക്റ്റ് കിട്ടിയോ? കയ്യിൽ വെച്ചോ. ഈ ബാസിലസ് തെറിയൻജെനിസിസിന് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഏത് ഫോമില? ക്രിസ്റ്റലുകളുടെ ഫോമില. ഏത് ഫോമില? ക്രിസ്റ്റലുകളുടെ ഫോമിൽ. ഓക്കെ, അപ്പോൾ അവർ വളരുമ്പോൾ ബാസിലസ് തെറിയൻജെനിസിസ് ബാക്ടീരിയ, ആ ബാക്ടീരിയ വളരുന്ന സമയത്ത് ബാക്ടീരിയ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഏത് ഫോമിൽ ഉണ്ടാക്കുന്നു? ക്രിസ്റ്റലുകളുടെ. ഓക്കെ, ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് സോളിഡ് ഫോമിൽ എന്ത് ചെയ്യുന്നു? ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ബാസിലസ് തെറിയൻജെനിസിസ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റൽ ഫോമിലാണ് ഉണ്ടാക്കുന്നത്. കിട്ടിയോ? ഇത്രയും സാധനം കിട്ടിയോ? ഓക്കെ, ഈ ക്രിസ്റ്റലുകൾ, ഓക്കെ, ദീസ് ക്രിസ്റ്റൽസ് കണ്ടെയ്ൻ എ ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റലുകളുടെ ഉള്ളിലാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ കിടക്കുന്നത്. ഓക്കെ, ടോക്സിക് ആയി ഇപ്പം ലെപ്പിഡോപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ് അല്ലേ, ഡിപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ്, ലെപ്പിഡോപ്റ്ററൻസ്, ഇവർക്ക് 3 പേർക്കും ടോക്സിക് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഈ ക്രിസ്റ്റലുകളുടെ അകത്താണ്, ക്രിസ്റ്റലിൻ്റെ ഫോമിലാണ്. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? വെച്ചോ. ഈ 3 ഫാക്റ്റുകളും കയ്യിൽ വെച്ചോ. നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ടോപ്പിക്കിന് ഈ 3 ഫാക്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഇനി ഇത് ഒന്നുമില്ല, ബാസിലസ് തെറിയൻജെനിസിസിൻ്റെ ഒരു സ്ട്രെയിൻ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ കാണിക്കുന്ന ഒരു വ്യൂ ആണ്. ഓക്കെ, എനിവേസ് ഇതും ഒന്നുമില്ല, കോട്ടൺ അല്ലേ, നമ്മളെ എന്ത് ക്യൂട്ടാ നോക്കിക്കേ അല്ലേ, നമ്മളെ ഒരു കോട്ടൺ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിവേസ്, എങ്ങനെയാണ് ഈ ടോക്സിൻ പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു ഈ ടോക്സിൻ ഇൻസെക്റ്റുകൾക്ക് ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ടോക്സിൻ എവിടെയാണ് ഉള്ളത്? ബാസിലസ് തെറിയൻജെനിസിസിലാണ് ഉള്ളത്, പ്ലാന്റിലല്ല ഉള്ളത്. ഇത് എവിടെയാണ് ഉള്ളത്? ബാസിലസ് തെറിയൻജെനിസിസിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്കത് പ്ലാന്റിലേക്ക് എത്തിക്കണം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം, അവിടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് എന്തുകൊണ്ട് ആ ബാക്ടീരിയനെ കൊല്ലുന്നില്ല? ഇതൊരു ടോക്സിൻ അല്ലേ, ഇത് പ്രോട്ടീനാണ്, ശരിയാണ്, ഇതൊരു ടോക്സിനാണ്, ഇത് ടോക്സിക് ആണ്, ഇതൊരു വിഷാംശമാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ഇൻസെക്റ്റിനെ വരെ കൊല്ലാൻ പറ്റുന്ന ഒരു ടോക്സിനാണ്. പിന്നെ എന്തുകൊണ്ട് അത് ആ ബാക്ടീരിയനെ തന്നെ കൊല്ലുന്നില്ല? എൻ്റെ ചോദ്യം മനസ്സിലായോ? എന്തുകൊണ്ട്? why does this toxin not kill the bacteria? Why is it not killing the bacteria? That's a question, right? എന്താണ് അതിൻ്റെ ഉത്തരം? ഞാൻ പറഞ്ഞു BT ടോക്സിൻ ഉണ്ടാക്കുന്നത് ക്രിസ്റ്റലിൻ്റെ ഫോമിലാണെന്ന് പറഞ്ഞു. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇൻആക്റ്റീവ്, അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ടോക്സിൻ ആണ്, എല്ലാം ശരിയാണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻആക്റ്റീവ്. എന്താണത്? ഇൻആക്റ്റീവ് ആണോ? അതിനെ കൊണ്ട് ഒരു കാര്യമില്ല, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് ഇൻആക്റ്റീവ്. ഓക്കെ, ഒരു ഇൻസെക്റ്റ് ഈ പറഞ്ഞ ടോക്സിൻ കഴിച്ചാൽ, ഒരു ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുഡ് പാത്വേയിൽ അതിൻ്റെ ഗട്ടിൽ ഈ പറഞ്ഞ ടോക്സിൻ എത്തിയാൽ, ഓക്കെ, ഇഫ് ആൻ ഇൻസെക്ട് ഇൻജസ്റ്റ് ദിസ് ഇൻആക്റ്റീവ് ടോക്സിൻ, അത് അതിൻ്റെ ഗട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ഫോമിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാസിലസിന് അത് എന്ത് ചെയ്യത്തില്ല? ബാസിലസിന് അത് ബാധിക്കില്ല. കാരണം ബാസിലസിൻ്റെ ഗട്ടിൽ ഇതിനെ സോൾവ് ചെയ്യാനുള്ള സബ്സ്റ്റൻസസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം. ഓക്കെ, ആക്റ്റീവ് ഫോം എങ്ങനെ? ഡ്യൂ ടു ദി ആൽക്കലൈൻ pH ഓഫ് ദ ഗട്ട്. അപ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ വയറിന് ഒരു ആൽക്കലൈൻ pH ആണ്, നമ്മുടെ വയറിനൊക്കെ ഒരു അസിഡിക് pH ആണ്. പക്ഷേ ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗട്ടിന് ഒരു ആൽക്കലൈൻ pH ആണുള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് എൻ ആൽക്കലൈൻ pH. അപ്പോൾ ഈ ആൽക്കലൈൻ pH ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആക്റ്റീവായിട്ട് മാറുകയും പ്രവർത്തിക്കുകയും ടോക്സിൻ്റെ ഫംഗ്ഷൻ ചെയ്യുകയും ഇൻസെക്റ്റിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ബാസിലസിലുള്ളിടത്തോളം ഒരു പ്രശ്നവുമില്ല. ഇൻസെക്റ്റിൻ്റെ വയറിലെത്തിയാൽ മാത്രമേ എന്തുള്ളൂ, ഈ പറഞ്ഞ ടോക്സിൻ ആക്ടിവേറ്റ് ആവുള്ളൂ. കിട്ടിയോ? ഈ പോയിന്റ് കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ എങ്ങനെ ഇൻസെക്റ്റിനെ കൊല്ലുക അതും കൂടെ അറിയണ്ടേ. ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ ഇറ്റ് ബൈൻഡ്സ് ടു ദ സർഫസ് ഓഫ് ദ മിഡ് ഗട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഒന്നുമില്ല, ഈ പറഞ്ഞ നമ്മുടെ ഇൻസെക്റ്റിൻ്റെ മിഡ് ഗട്ട്, അതായത് മിഡ് ഗട്ട് നടുവിലുള്ള ആ ഒരു ഗട്ട്, നടുവിലുള്ള പോർഷൻ, ഈ മിഡ് ഗട്ടിൻ്റെ എപ്പിത്തീലിയൽ സെൽസ്, അതായത് ഉള്ളിലുള്ള സ്കിന്ന് പോലത്തെ സെൽസ് ഉണ്ടാവില്ലേ, എപ്പിത്തീലിയൽ സെൽസ്, ഉള്ളിലുള്ള സെൽസ്, ഗട്ടിൻ്റെ ഉള്ളിലുള്ള സെൽസ്. ഓക്കെ, ഈ ഉള്ളിലുള്ള സെൽസിനോട് പോയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടോക്സിൻ പോയിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക, ഹോൾസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പോഴ്സ് ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഓട്ട ഉണ്ടാവും. ഈ പറഞ്ഞ മിഡ് ഗട്ടിൽ മുഴുവൻ എന്തായി പോവും, ഓട്ടയായി പോവും. അങ്ങനെ ഓട്ടയെ കഴിഞ്ഞ് സംഭവിക്കും, സെല്ലുകൾ എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, വീർക്കാൻ തുടങ്ങും. ആൻഡ് വീർത്ത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, പൊട്ടും. ഓക്കെ, അപ്പോൾ സെല്ലുകൾ വീർത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പൊട്ടും. അങ്ങനെ ഇൻസെക്ട് എന്ത് ചെയ്യും, മരിക്കും. ഭയങ്കര കഷ്ടക്കഥയാണ്. ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥയാണ്. പക്ഷെ നമുക്ക് ഇത് ആവശ്യം വരും. അപ്പോൾ ഇത്രയും ഫാക്ട് കിട്ടിയോ? എന്തുകൊണ്ട് ഇത് ബാസിലസിനെ കൊല്ലുന്നില്ല? ഇതൊരു ഇനാക്ടിവേറ്റഡ് പ്രോട്ടീനാണ്. ഇത് എവിടെ എത്തുമ്പോഴേ ആക്റ്റീവ് ആവുള്ളൂ, ഗട്ടിലെത്തുമ്പോൾ. എന്തുകൊണ്ട് ആക്റ്റീവ് ആവുന്നത്? ആൽക്കലൈൻ പി എച്ച് കാരണം. ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ ആൽക്കലൈൻ പി എച്ച് കാരണമാണ് അത് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അങ്ങനെ ഗട്ടിലെത്തിക്കഴിഞ്ഞ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ പ്ലാന്റിലേക്ക് എത്തിക്കും? അതാണ് നമ്മുടെ ചോദ്യം. അതല്ലേ നമ്മുടെ ചോദ്യം. ഇതിപ്പോൾ ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണുള്ളത്. ഇത് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് പ്ലാന്റിനെ കടിക്കുന്ന ഇൻസെക്ട് ചാവോ? എവിടെയോ കിടക്കണം, അമേരിക്കയിലേറ്റം കിടക്കുന്ന ബാക്ടീരിയയിൽ, ചുമ്മാ വിചാരിക്കും, അമേരിക്കയിലേറ്റം കിടക്കുന്ന ബാക്ടീരിയയിൽ ഒരു ടോക്സിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ കിടക്കുന്ന ഈ പറഞ്ഞ കോട്ടനെ കടിക്കാൻ വരുന്ന ഇൻസെക്ട് ചാവുമോ? ഇല്ലല്ലോ. ആ പ്ലാന്റിലത് എത്തിക്കണ്ടേ, കോട്ടണിലത് എത്തിക്കണ്ടേ, എന്നാലല്ലേ ഇൻസെക്ട് ചാവുള്ളൂ. കാരണം ഇൻസെക്ട് കഴിക്കുക ആരെയാണ്? കോട്ടനെയാണ്. അപ്പോൾ ഇൻസെക്ട് ആ കോട്ടനെ കഴിക്കുമ്പോൾ ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ ആരെത്തണം? ഈ കോട്ടണിൽ ടോക്സിൻ ഉണ്ടെങ്കിൽ അത് ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെത്തൂലേ? അപ്പോൾ ഇൻസെക്ട് ചാവൂലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ കോട്ടണിൽ എന്ത് ചെയ്യണം? ഈ ടോക്സിൻ എത്തിക്കണം. കോട്ടണിൽ ടോക്സിൻ എത്തിയാൽ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇനാക്റ്റീവ് പ്രോട്ടീൻ അല്ലടോ. ആക്ടിവേറ്റ് ചെയ്യുക എവിടുന്ന? ഇൻസെക്റ്റിന്റെ ഗട്ടിലെത്തിയാലല്ലേ. അപ്പോൾ കോട്ടണിൽ നിന്നാൽ കോട്ടണിന് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ സാധനം കോട്ടണിൽ എത്തിക്കണം. അത് നമ്മൾ എങ്ങനെ എത്തിക്കും? ബയോടെക്നോളജി വഴിയല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. അതാണ് അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ക്രോപ്പിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതാണല്ലോ നമ്മുടെ അടുത്ത സെഷൻ. അത് നമുക്കത് നോക്കാം. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ഈ പറഞ്ഞ BT ടോക്സിൻ, നമ്മളെ BT ടോക്സിൻ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യുന്നില്ലേ? നമ്മൾ ഇൻസെക്ട് റിലീസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അങ്ങനെ BT ടോക്സിൻ റിലീസ് ചെയ്യുന്ന ഇൻസെക്റ്റിനകത്ത് സ്വാഭാവികമായിട്ടൊരു ജീൻ ഉണ്ടാവില്ലേ? ഈ ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ അല്ലടോ. പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ഒരു RNA വേണ്ടടോ. RNA വേണമെങ്കിൽ ഒരു DNA നിന്നല്ലടോ mRNA ഉണ്ടാവുക. അപ്പോൾ ഒരു DNA വേണ്ടടോ. DNA അകത്തൊരു ജീൻ ഉണ്ടാവില്ലേ? അപ്പോൾ ആ ജീന് ബേസിക്കലി ഏതൊരു പ്രോട്ടീൻ ആണെങ്കിലും അതിനെ കോഡ് ചെയ്യുന്നൊരു എന്തുണ്ടാവും? ജീൻ ഉണ്ടാവും. അപ്പോൾ ആ ജീൻ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്താൽ പോരെ? മനസ്സിലായില്ല? നമുക്കൊന്നും കത്തിയില്ല. ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് വിചാരിച്ചോ? ഈ ടോക്സിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ അല്ലേ? അതെ. ഈ പ്രോട്ടീൻ എവിടുന്ന്? പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാവില്ലേ നമ്മുടെ DNA-ൽ? നമ്മുടെ DNA-ൽ ഉണ്ടാവുമോ? ഇല്ല. ഇൻസെക്റ്റിൻ്റെ DNA-ൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻസെക്റ്റിൻ്റെ DNA ആണെങ്കിൽ, ഡബിൾ സ്റ്റാൻഡേർഡ് ഓർ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡസൻറ്റ് മാറ്റർ, ഇൻസെക്റ്റിൻ്റെ DNA ആണെങ്കിൽ ഈ ഇൻസെക്റ്റിൻ്റെ DNA-ൽ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഈ പറഞ്ഞ പ്രോട്ടീനെ കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ? അങ്ങനെ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മളൊരു പേരിട്ട് വിളിക്കൂലേടോ. എന്താ പേര്? ജീൻ എന്ന് വിളിക്കും. അപ്പം അങ്ങനെ ജീന്ന് വിളിച്ച ആ ഒരു ഭാഗത്തിനെ നമ്മളിങ്ങ് എടുത്താൽ, ആ ഭാഗത്ത് നമ്മൾ വേറെ എവിടെയും കൊണ്ട് ഇട്ടാൽ, ആ ഭാഗത്തിൽ നിന്ന് ഇതേ പ്രോട്ടീൻ അല്ലടോ ഉണ്ടാവുക. ഈ പറഞ്ഞ ഭാഗമല്ലേ? നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ പറഞ്ഞാൽ കേട്ടോ. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്ലാന്റിൽ കൊണ്ടിട്ടെന്ന് വിചാരിക്കുക. ഒരു പ്ലാന്റിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ കൊണ്ട് ഇത് കൂട്ടിച്ചേർത്തു. അതാണല്ലോ ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ നിങ്ങൾ ഇത്ര അതാണല്ലോ പഠിച്ചത് മറ്റേ ചാപ്റ്ററിൽ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ജനറ്റിക് മെറ്റീരിയലിലേക്ക് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ ജീനിൽ നിന്ന് ഈ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവില്ലേ? പ്രോട്ടീൻ ഉണ്ടാവും. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടായാൽ പോരെ? കോട്ടണിൽ പ്രോട്ടീൻ ഉണ്ടാക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതാ ചെയ്യുന്നത്. ഓക്കെ, സിംപിളി വേണമെങ്കിൽ നമ്മൾ ഇതാ ചെയ്യുന്നത്. എന്ത്? BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. എവിടുന്ന്? ബാസിലസ് തുറിഞ്ചൻസിസ് ബാക്ടീരിയയിൽ നിന്ന്. എന്നിട്ട് നമ്മളത് കോട്ടൺ പോലത്തെ പ്ലാന്റുകളിലേക്ക്, കോട്ടനും ബ്രിഞ്ചാളൊക്കെ ഉണ്ട്, അതുപോലത്തെ പ്ലാന്റുകളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് നമ്മൾ സിംപിളി പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. കിട്ടിയോ? ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ ജീനുകൾ, ഏത് ജീൻ എടുക്കണം, ദ ചോയ്സ് ഓഫ് ജീൻസ്, ഏത് ജീൻ എടുക്കണം എന്നുള്ളത് നമ്മൾ ഏത് പ്ലാന്റിനെയാണോ അല്ലെങ്കിൽ ഏത് പെസ്റ്റിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും.
എടോ ഏത് പെസ്റ്റാണോ ലെപ്പിഡോപ്റ്ററൻ, ഡിപ്റ്ററൻ, അങ്ങനെ പല ഗ്രൂപ്പ് ഓഫ് പെസ്റ്റുകൾ ഉണ്ടല്ലോ, ഏത് പെസ്റ്റിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾ വേണം നമ്മൾ എടുക്കാൻ, അല്ലേ? അപ്പോൾ ആ ജീനുകൾ, ഏത് ജീനുകളാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ പറഞ്ഞ പെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. ഓക്കെ, പൊതുവേ ഈ BT ടോക്സിൻ ഉണ്ടാക്കുന്ന ജീൻ നമ്മളൊരു പേര് വിളിക്കും. എന്താ പേര്? ക്രൈജീൻ എന്നാണ് വിളിക്കുക. ക്രൈജീൻ. ഇൻസെക്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ അലച്ചാൽ മതി. ഇൻസെക്റ്റിന് ഇത് ഒരു കഥയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രൈജീൻ. ആരാ കരയുന്നത്? ഇൻസെക്റ്റ് കരയും. ഓക്കെ, അപ്പോൾ ക്രൈജീൻ ആണ് ആരിലുള്ളത്? ബാസിലസ് തുറിയൻസിസിലുള്ളത്. അപ്പോൾ ഈ ജീനിന് ഞാൻ ഇനി ക്രൈജീൻ എഴുതിക്കോട്ടെ, പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും ഒബ്ജക്ഷൻ ഇല്ലല്ലോ. ഇത് ക്രൈജീൻ ആണെങ്കിൽ ഇതേതാ പ്രോട്ടീൻ? BT ടോക്സിൻ. എടോ ഇത് ക്രൈജീൻ ആണെങ്കിൽ ഇതേതാ ടോക്സിൻ? BT ടോക്സിൻ. ഇത് വേറെ ഏതോ ജീനാണെങ്കിൽ ഇത് വേറെ ഏതോ പ്രോട്ടീനാണ്. പക്ഷേ ഇത് ക്രൈജീൻ ആണെങ്കിൽ ഇതേതാ പ്രോട്ടീൻ? BT ടോക്സിൻ. ഓക്കെ, അപ്പോൾ BT ടോക്സിൻ ഉണ്ടാക്കുന്ന ജീൻ നമ്മൾ പൊതുവേ ഇൻ ജനറൽ വിളിക്കുന്ന പേരാണ് ക്രൈജീൻ. ക്രൈജീനുകൾ പലതരത്തിലുണ്ട്. ഏതൊക്കെയാ? Cry1AC ഉണ്ട്. ഓക്കെ, Cry1AC ഉണ്ട്, Cry2AB ഉണ്ട്, Cry1AB ഉണ്ട്, പലതരത്തിലുണ്ട്. ഒരു ജീനുകൾക്ക് തന്നെ പല ഫോമുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ Cry1AC അതേപോലെ തന്നെ Cry2AB എന്ന് പറയുന്നത് കോട്ടൺ ബോൾവേമുകൾക്കെതിരെ. ഞാൻ പറഞ്ഞു നമ്മൾ ഏത് ജീൻ എടുക്കുന്നു എന്നുള്ളത് പെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം പെസ്റ്റ് കോട്ടൺ ബോൾവേം ആണെങ്കിൽ നമുക്ക് അവിടെ Cry1AC-യും Cry2AB-യും നമുക്ക് എടുക്കാം. ഇതെങ്ങനെ ആലോചിക്കും? ആദ്യം ക്രൈ എന്ന് എഴുതുക, 1 ഇടുക, AC എന്ന് എഴുതുക. ഓക്കെ, പിന്നെ 1 ഇടാൻ പാടില്ല, 2 ഇടുക. ക്രൈ എല്ലായിടത്തും കോമൺ അല്ലേ? ക്രൈ എന്ന് എഴുതുക, 1 ഇടുക, AC എന്ന് എഴുതുക. ക്രൈ എന്ന് എഴുതുക, 1 ഇടാൻ പാടില്ല, എന്താ ഇടുക? 2 ഇടുക. AC എന്ന് ഇടാൻ പാടില്ല, എന്താ ഇടുക? AB എന്ന് ഇടാം. അവിടെ ഇവിടെ എഴുതിയ സാധനം ഇവിടെ പിന്നെ എഴുതരുത്. അപ്പൊ Cry1AC ആണെങ്കിൽ രണ്ടാമത്തെ ഏതാ? Cry2AB. ആകെ AC AB അല്ലേ ഉള്ളൂ. കിട്ടിയോ? ഇത് കിട്ടിയല്ലോ. ഇത് രണ്ടും എന്തിനെതിരുള്ളതാ? കോട്ടൺ ബോൾവേമിനെതിരെയുള്ള ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഇൻ ജനറൽ BT ടോക്സിൻ എന്നാണ് വിളിക്കുക. പക്ഷെ എന്നാലും ജീനുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് Cry1AB. നമ്മളിവിടെ പറഞ്ഞ Cry2AB ആയിരുന്നു, മാറിപ്പോരുത്. അപ്പോൾ Cry1AC പറഞ്ഞു, Cry2AB പറഞ്ഞു. അപ്പോൾ വീണ്ടും Cry1AC പറയാൻ പറ്റുമോ? ഇല്ല. വീണ്ടും Cry2AB പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവർ രണ്ടാളും കൂടെ ഒരു കോമ്പിനേഷൻ വരെ നമ്മളെന്ത് പറഞ്ഞു? Cry ആദ്യം 1 എഴുതുക, പിന്നെ AB എഴുതുക. Cry1AB ആർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കോൺ ബോറർക്ക് വേണ്ടിയിട്ട്. കോൺ ബോറർ എന്ന ഇൻസെക്റ്റ് ഉണ്ട്. ഈ കോൺ ബോറർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എതിരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ Cry1AB ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എടുക്കുന്നത്, ബാസിലസ് തുറിയൻസിസിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ പൊതുവേ BT ടോക്സിൻ ഉണ്ടാകുന്ന ജീനിനെ ക്രൈജീൻ എന്ന് വിളിക്കുന്നു. ക്രൈജീനുകൾ പലതരം. ഓക്കെ, Cry1AC, Cry1AB, Cry2AB. ഈ ആദ്യം പറഞ്ഞ Cry1AC-യും Cry2AB-യും കോട്ടൺ ബോൾവേമിനെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതേപോലെ മൂന്നാമത് പറഞ്ഞ ഏതായിരുന്നു? Cry1AB. അത് ഏതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? കോൺ ബോറർക്കെതിരായിട്ട്. കിട്ടിയോ? ഇത്രയും സാധനം കിട്ടിയോ? ഓക്കെ, ഇത് ജസ്റ്റ് പെസ്റ്റ് ഡിപ്പെൻഡഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ. അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു പിക്ചറാണ്, ഒന്നുമില്ല. കോട്ടൺ ബോൾവേം ഒരു ഫിഗർ. ഓക്കെ, കോട്ടൺ ബോൾവേം വന്ന് നശിച്ചു പോയ ഒരു ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഇത് നശിക്കാണ്ട് നമ്മൾ ട്രാൻസ്ജെനിക് ആയിട്ട് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ജെനറ്റിക്കലി മോഡിഫൈഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നിങ്ങൾ എൻസൈഡിലുള്ള ഫിഗറാണ് കേട്ടോ. എനിവേസ്, അതായിരുന്നു BT ടോക്സിൻ അല്ലേ? അപ്പോൾ BT ടോക്സിൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാസിലസ് തുറിയൻസിസിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയനകത്തൊരു ജീനുണ്ട്, ക്രൈജീൻ എന്ന് പറയും. പലതരത്തിലുണ്ട്. Cry1AB, Cry2AB, Cry1AC പലതരത്തിലുണ്ട്. ഈ ജീനുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ, ജീനുകൾ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ജനറൽ ആയിട്ട് നമ്മൾ എന്ന് വിളിക്കും? BT ടോക്സിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ BT ടോക്സിൻ എന്ന് പറയുന്നത് ആർക്ക് പോയ്സണസ് ആണ്? ഇൻസെക്റ്റിന് പോയ്സണസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞ ക്രൈജീൻ ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നു. അത് ഈ പറഞ്ഞ കോട്ടണിലേക്കോ അല്ലെങ്കിൽ ബ്രിഞ്ചോളിലേക്കോ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു ബയോടെക്നോളജി വഴി. പ്രോസസ്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എന്താ, അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. വെക്ടർ വഴി ജനറ്റിക് മെറ്റീരിയൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ? എൻഡോന്യൂക്ലിയേസിസ്, ലിഗേസസ് പഠിച്ചല്ലേ ഗൈസ്? അതെ, പഠിച്ചതാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടണിൽ ആരെത്തി? ഈ പറഞ്ഞ ക്രൈജീൻ എത്തി. കോട്ടണിൽ ക്രൈജീൻ എത്തിയാൽ കോട്ടണിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കോട്ടണിൽ ഇപ്പോൾ എന്തുണ്ട്? BT ടോക്സിൻ ഉണ്ട്. ഇൻസെക്റ്റ് വന്ന് കോട്ടണിനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ BT ടോക്സിൻ ഇൻസെക്റ്റിൻ്റെ വയറിൽ എത്തൂലേ? എത്തും. ഇൻസെക്റ്റിൻ്റെ വയറിൽ എത്തിയാൽ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള BT ടോക്സിൻ ആക്ടിവേറ്റ് ആവൂലേ? ആവും. ഇൻസെക്റ്റിൻ്റെ എപ്പിത്തീലിയൽ സെൽസൊക്കെ ഓട്ട വരൂലേ? പോഴ്സ് വരൂലേ? സ്വെല്ല് ചെയ്യൂലേ? പൊട്ടൂലേ? ഇൻസെക്റ്റ് ചാവും. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ BT കോട്ടൺ. ചോദിക്കും,
ചോദിക്കുന്നു പറഞ്ഞാൽ ചോദിക്കും. ബി ടി കോട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈജീൻ എഴുതണം, ബി ടി ടോക്സിൻ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇത് ഇനാക്റ്റീവ് ആണ്, ക്രിസ്റ്റൽ ഫോമിലാണ്, ആക്ടിവേറ്റ് ആവുന്നതാണ്, ഒരു കഥ പോലെ അറിഞ്ഞിരിക്കണം. ബാസിലസ് തുറിയൻജെൻസിസിൽ നിന്ന് തുടങ്ങണം ആൻഡ് എവിടെ അവസാനിക്കണം? ഇൻസെക്ട് ചാവുന്നിടത്ത് അവസാനിക്കണം. ഓക്കെ, കിട്ടിയോ? സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ബി ടി കോട്ടൺ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആണ്. എന്താണ് അടുത്ത ടോപ്പിക്? പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്. ഈ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ, ബി ടി കോട്ടൺ വരെ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഇത്ര ഐ ഡോണ്ട് തിങ്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. പുതിയ സാധനങ്ങളാണ് വന്നത്, പക്ഷെ വന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നില്ലേ? എങ്ങനെ ഒരു ഇൻസെക്റ്റിനെ കൊല്ലാമെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, ഈ പെസ്റ്റ് അതേപോലെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും എന്ത് ചെയ്യുക, എടുക്കാം. ഓക്കെ, അടുത്ത പാർട്ടിലായിരിക്കും നിങ്ങൾ എടുക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അടുത്ത പാർട്ട് വരും. അടുത്ത പാർട്ട് വരുമ്പോൾ അത് കാണുക. ആൻഡ് ഈ ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ചാപ്റ്റർ തീർന്നു വിചാരിക്കരുത് കേട്ടോ, ഇനിയുണ്ട് പാർട്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പാർട്സൊക്കെ കാണുക, മനസ്സിലാക്കുക, ചാപ്റ്റർ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ അൺടിൽ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്, സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ബൈ.